ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പതിപോലെ ബുധനാഴ്ച നമ്മൾ ബുക്ക് റിവ്യൂവിൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ബുക്ക് റിവ്യൂവിൻ്റെ ആസ്പദമായ ഒരു ബുക്ക് വളരെ പ്രത്യേകതയുള്ള ഒരു ബുക്കാണ്, അറ്റോമിക് ഹാബിറ്റ്സ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇത് വായിച്ചു കാണും. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും മോശം ശീലങ്ങളെ ഇല്ലാതാക്കാനും നമ്മളെ സഹായിക്കുന്ന ജെയിംസ് ക്ലിയറിൻ്റെ മനോഹരമായ ഒരു ആവിഷ്കാരമാണത്. വലിയ ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മുടെ ആഗ്രഹമാണ്. ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്വയം ക്രമീകരിക്കേണ്ടതെന്ന് ഈ ബുക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നു. തീർച്ചയായിട്ടും ആ ബുക്കിൻ്റെ കണ്ടന്റിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് മനോജ് കുമാർ സാറാണ്. സാറിൽ നിന്ന് വളരെ മനോഹരമായ ബുക്കിൻ്റെ ഇതിവൃത്തം നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ ഈ സെഷനിൽ വേറെ ചില സബ്ജക്റ്റുമായിട്ടൊക്കെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു ബുക്ക് റിവ്യൂ ആയിട്ട് സാബു സാറിൻ്റെ ഈ മനോഹരമായ പ്ലാറ്റ്ഫോമിൽ വരുന്നത്. ഒരു റിവ്യൂ ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ബുക്കിൻ്റെ റിവ്യൂ ഞാൻ കുറച്ചു കാലമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ബുക്കെന്ന് പറയാം. സാബു സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ച് പ്രത്യേക ഒരു ഇൻട്രഡക്ഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. കാര്യം ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുകയും ഏതാണ്ട് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ സാബു സാറിൻ്റെ ഈ നമ്മുടെ മാറ്റിനി ഫ്രീ വെബിനാർ പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എത്ര ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് പോലും എനിക്കറിഞ്ഞുണ്ട്. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള കുറേ കാലം മുന്നേ ഇതിനെക്കുറിച്ച് തന്നെ ഒരു ചർച്ചയും നടന്നിട്ടുണ്ട്, ഒരു റിവ്യൂ അവലോകനമൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു റിവ്യൂ മാത്രമായിട്ടല്ല, ഞാൻ ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ആസ്വാദനം എന്താണെന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കാര്യം ഞാൻ ഇത്ര വലിയൊരു ബുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി അത്ര വലിയ ഒരു ഒരു നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് എന്താണ് ഇന്ന് കിട്ടിയ ടേക്ക് അവേസ്, അതെപ്പോഴും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ അത് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ടേക്ക് അവേസും നമ്മൾക്ക് കിട്ടിയ അറിവുകളും ഒക്കെ പങ്കുവെക്കുകയാണ് മുഖ്യമായ ഇതിൻ്റെ ലക്ഷ്യം. സാബു സാർ അതിൽ ആണ് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഷെയറിങ് നോളജ് ആൻഡ് ഓൾ. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ബുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്ന ബുക്കിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് സാറിനോട് ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ ഈ സമയത്ത് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി സാബു സാർ എല്ലാവരെയും വെൽക്കം ചെയ്തു. എന്നാലും എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു റിവ്യൂ സെഷനിലേക്ക് ഹാർദവമായിട്ട് ഞാനും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് തന്നെ കടക്കാം. ഇതിൻ്റെ ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. സ്ലൈഡ് കാണാമല്ലോ സാറേ? അല്ലേ സാറേ? സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഈ ബുക്കിൽ ഇതിൻ്റെ ടൈറ്റിൽ മാതിരി തന്നെ അറ്റോമിക് ഹാബിറ്റ്സ് ദ പാത്ത് ഈസ് പ്രാക്ടീസ് എന്നാണ് ഞാൻ ഇതിന് കൊടുത്ത ടൈറ്റിൽ. അതിന് സബ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്ന ലിറ്റിൽ സ്റ്റെപ്സ് ലാസ്റ്റിംഗ് ചേഞ്ചസ് എന്നാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അറ്റോമിക് ഹാബിറ്റ്സ് പരിശീലനത്തിൻ്റെ ഒരു പാതയായിട്ടാണ് ഞാൻ ഈ ബുക്ക് വായിച്ച് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് തോന്നുന്നത്. ദ പാത്ത് ഈസ് ദി പ്രാക്ടീസ്. അതോടൊപ്പം തന്നെ ചെറിയ ചൂടുവെപ്പുകളിലൂടെ അനശ്വരായ മാറ്റങ്ങൾ നമ്മുടെ ഹാബിറ്റ്സിലൂടെ കൊണ്ടുവരാം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ജെയിംസ് ക്ലിയർ നമ്മളോട് ഈ ബുക്കിലൂടെ വളരെ വ്യക്തമായിട്ട്, വളരെ സിമ്പിളായ ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിനകത്തൂടെ പ്രതിപാദിച്ചിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ബുക്കിലെ കണ്ടന്റായ ചെറിയ ശീലങ്ങൾ എങ്ങനെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ്. അതാണ് ജെയിംസ് ക്ലിയർ ഈ ബുക്കിൽ ഉടനീളം പറയുന്നത്. ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ വളർത്തണം, അത് എങ്ങനെ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അതിൻ്റെ പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ബുക്കായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഇതൊരു ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് മാനുവലാണ്. എങ്ങനെ നമ്മൾക്ക് സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ, ഹാബിറ്റ്സ് ഒക്കെ വളർത്തിയെടുക്കാം. അത് വളരെ സയൻറ്റിഫിക് ആയിട്ടൊക്കെ ആ, ജെയിംസ് ക്ലിയർ പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ ഒരു മാനുവലായിട്ട് എനിക്ക് തോന്നിയതും ഞാൻ അങ്ങനെയാണ് അത് വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് ഈ ബുക്കിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മിയറായിട്ടുള്ള ഒരു റിവ്യൂ മാത്രമല്ല, എനിക്ക് തോന്നിയ, എനിക്ക് ഇതിൽ മനസ്സിലായ ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വായിച്ചപ്പോൾ തന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്ത 2 കോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. യു ഡു നോട്ട് റൈസ് ടു ദ ലെവൽ ഓഫ് യുവർ ഗോൾസ്, യു ഫോൾ ടു ദി ലെവൽ ഓഫ് യുവർ സിസ്റ്റംസ്. സോ ദാറ്റ് മീൻസ് while goals set the direction, it is the system that the system means the daily practices and routines. So that determine the actual progress. അതാണ് ശരിക്കും എനിക്ക് മനസ്സിലായ അർത്ഥം. അതാണ് ജെയിംസ് ക്ലിയർ ഈ ബുക്കിൽ ഉടനീളം പറയുന്നത്. എന്താണ് നമ്മൾ ലക്ഷ്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ അതിൻ്റെ ഒരു ദിശ നിർണ്ണയിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ പുരോഗതി, നമ്മളുടെ ഗോൾസിൻ്റെ പുരോഗതി നിർണ്ണയിക്കുന്നത് ഗോൾസ് അല്ല, നമ്മൾ സെറ്റ് ചെയ്ത ഗോളല്ല, പക്ഷേ സിസ്റ്റങ്ങളാണ്. എന്താണ് ഈ സിസ്റ്റങ്ങൾ? നമ്മൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കുറേ ദിനചര്യകളുണ്ട്, കുറേ പ്രക്രിയകളുണ്ട് എന്നാണ് ജെയിംസ് ക്ലിയർ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ശരിക്കും കാതലായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണിത്. അദ്ദേഹം തന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് തുടങ്ങുന്നത് പോലും. അതേപോലെ തന്നെയാണ് അദ്ദേഹം ഈ ബുക്കിലുള്ളതോളം പറയുന്ന വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് ഇതാണ്: സക്സസ് ഈസ് നോട്ട് അബൌട്ട് ബിഗ് ജംപ്സ് ഓർ മൊമെന്റ്സ് ഓഫ് ഇൻസ്പിറേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് സ്മോൾ കൺസിസ്റ്റന്റ് ആക്ഷൻസ് ദാറ്റ് മൾട്ടിപ്പിൾ ഓവർ ടൈം. വളരെ എന്താണ്, വിജയം എന്നത് വലിയ കുതിച്ചു ചാട്ടങ്ങളോ അല്ലെങ്കിൽ വലിയ അപ്രിസിയേഷൻ, പ്രചോദനമൊക്കെ നിമിഷങ്ങളോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ കാലക്രമേണ ഒന്നിലധികം തവണ ആവർത്തിക്കുന്ന ചെറുതായിട്ടുള്ള സ്ഥിരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുക, അത് നമ്മൾ കാലക്രമേണ ആവർത്തിക്കുമ്പോൾ ഈ പറയുന്ന ആക്ഷൻസ് ഒക്കെ നമ്മളുടെ ഹാബിറ്റ്സ് ആയി മാറും. ശരിയല്ലേ? നമ്മളുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഈ ബുക്ക് വായനക്കാർക്ക് ഇതിൻ്റെ ഒരു സംവിധാനങ്ങളെക്കുറിച്ചാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ, എങ്ങനെ നമ്മൾക്ക് ഹാബിറ്റ്സ് വളർത്തിയെടുക്കാം. സാബു സാർ അത് പറഞ്ഞു, എങ്ങനെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാം, അതോടൊപ്പം തന്നെ നമ്മളുടെ മോശമായിട്ടുള്ള ശീലങ്ങൾ അങ്ങനെയൊക്കെ ഒഴിവാക്കാം. 2 കാര്യങ്ങളാണ്. മോശശീലങ്ങൾ മിക്കവാറും നമുക്ക് എങ്ങനെ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതാണ് ഇദ്ദേഹം ഈ ബുക്കിൽ കൂടെ എല്ലാവർക്കും കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു പാഠങ്ങളാണ്. ഇതെല്ലാം പാഠങ്ങളാണ്, എക്സർസൈസുകളുമാതിരി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഞാൻ ഒരു കാര്യം മാത്രമേ, നമ്മൾ ഓരോ ദിവസം 1% മാത്രം നമ്മൾ തന്നെ മെച്ചപ്പെട്ടാൽ അത് ചെറുതായിട്ട് തോന്നുന്നത്. നമ്മൾ പറയുന്ന 1%, എവറി ഡേ വി ആർ ഇംപ്രൂവിങ് ഓൺ എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, വി ആർ ഇംപ്രൂവിങ് അവേഴ്സെൽഫ്. 1% മതി. ഉദാഹരണത്തിന് നമ്മൾ എല്ലാവരും പറയും 40 മിനിറ്റൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ 40 മിനിറ്റ് എങ്കിലും മിനിമം നടക്കണമെന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് 40 മിനിറ്റ് നടക്കാൻ സമയമില്ല, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കാണും, അനാരോഗ്യം കാണും. നമ്മൾ 5 മിനിറ്റിൽ തുടങ്ങി 5 മിനിറ്റ് ദിവസം നടക്കുക. ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 1% മാത്രം കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ 37 മടങ്ങ് മികച്ചതാകും. അതാണ് ജെയിംസ് ക്ലിയറിൻ്റെ ഉപദേശം. അതിന് കണക്കുകളുണ്ട്. നമ്മൾ 1% മാത്രമേ ഒരു ദിവസം ഇംപ്രൂവ് ചെയ്യുന്നുള്ളൂ. ഇൻ വാട്ട് എവർ വേ, ഇറ്റ് ഈസ് അപ് ടു യു. അപ്പോൾ ആ 1% എന്ന് പറഞ്ഞാൽ 1.01, 365 എൻ്റെ റൂട്ടാവുമ്പോൾ 37 മടങ്ങാണ് നമ്മൾ മികച്ചതാവുന്നത്. ഇറ്റ്സ് എ ബെറ്റർ വെർഷൻ ഓഫ്
അവർ സെൽസ്. ഇതാണ് ഇതിൻ്റെ ട്രിക്ക്. ഇനി ഇത് ചെയ്തില്ലെങ്കിലോ, ഈ 1% പോലും നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ സീറോ ആകും. അതും കാൽക്കുലേഷനാണ്. വേണമെങ്കിൽ ഈ കാൽക്കുലേഷൻസ് നമ്മൾക്ക് ചെയ്തു നോക്കാം. ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിതൊരു മിയർ ബുക്കായിട്ടല്ല തോന്നുന്നത്. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ടെക്നിക്കലി പറഞ്ഞാൽ ശരിക്കും അതാണ്. അതുകൊണ്ടാണ് അറ്റോമിക് ഹാബിറ്റ്സിനെ നമ്മൾ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ക്ലാസിക് ആക്കിയതും അതുകൊണ്ടാണ്. മിക്കവരുടെയും പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് ആണ് ജെയിംസ് ക്ലിയർ തയ്യാറാക്കിയ ഈ പുസ്തകം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സ് പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെയും ബിഹേവിയർ സയൻസിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്ത ഒരു ക്ലാസിക്കാണ് ശരിക്കും. രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽസ് ഡെയിലി. പിന്നെ പറയുന്നത് ബിഹേവിയർ സയൻസ് ആണ്. ഇതെല്ലാം വളരെ ആഴമേറിയ സബ്ജക്റ്റുകളാണ്. പക്ഷെ ഇത് രണ്ടും കൂടെ ക്രോഡീകരിച്ചാണ് 2018 മാത്രമാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. എല്ലാവർക്കും അറിയായിരിക്കും ഒരു, പക്ഷെ ഞാൻ ഇതിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ 2018 പ്രസിദ്ധീകരിച്ചതിന് ശേഷം 25 മില്യൺ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. 60-ലധികം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. 25 മില്യൺ കോപ്പീസ്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ നമ്പർ. ഓക്കെ. അതുകൂടാതെ ഇത് ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിലൊക്കെ ന്യൂയോർക്കിലൊക്കെ ടൈംസിൻ്റെ ഒക്കെ പട്ടികയിൽ തന്നെ ഏതാണ്ട് 170 ആഴ്ചകളോളം നമ്പർ 1 ആയിട്ട് നിന്ന ബുക്കാണ്. അപ്പോൾ ഇതിൽ കൂടെ ഒക്കെ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ആൾക്കാർക്ക് അത്രമാത്രം പിടിച്ചിരുത്തിയ, ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയ ഒരു റെഫറൽ ബുക്ക് ആയതുകൊണ്ട് മാത്രമാണ് 25 മില്യൺ കോപ്പീസ് ഇതിന് വിൽക്കാൻ സാധിച്ചത്. ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്റ്റൈലൊക്കെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബുക്ക് തുറന്ന് വായിക്കുന്ന ആദ്യത്തെ പേജ് മുതൽ യു വിൽ ബി ട്രാപ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ജെയിംസ് ക്ലിയർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരുപക്ഷെ ഇതിൻ്റെ ഹെഡിങ് പോലും നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കില്ല. അറ്റോമിക് ഹാബിറ്റ്സ് എന്നാണ് പറയുന്നത്. അണുവിലേക്കാണ് പോയിരിക്കുന്നത്, അറ്റംസിലേക്കാണ് ജെയിംസ് ക്ലിയർ പോയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അത്രമാത്രം ഡീപ്പിലേക്ക്, അത്രമാത്രം ഡെപ്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന, നമ്മളുടെ ഹാബിറ്റ്സ് ഒക്കെ മാറ്റാൻ വേണ്ടി വളരെ സയൻറ്റിഫിക്കായിട്ടും ശാസ്ത്ര പിന്തുണയുണ്ട് ഇതിന് ഉള്ള ഒരു ഫ്രെയിം വർക്ക് എന്ന് വേണമെങ്കിൽ ഇതിൻ്റെ ആമുഖമായിട്ട് സൂചിപ്പിക്കാം. ഇനി ഇത്രയും വളരെ മനോഹരമായ ഒരു ബുക്ക് എഴുതിയ ജെയിംസ് ക്ലിയറിനെ കുറിച്ചും 2 വാചകം പറഞ്ഞില്ലെങ്കിൽ അത് മോശമാകില്ലേ? അദ്ദേഹം വളരെ ചെറുപ്പമാണ്. 1986 ജനിച്ച ആളാണ് ജെയിംസ് ക്ലിയർ. US-ലെ, അമേരിക്കയിലെ ഒഹായോ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി പാസ്സായിട്ട് 2008 അദ്ദേഹം ഗ്രാജുവേഷനൊക്കെ എടുത്തത്. ബയോ മെക്കാനിക്സിലാണ് അദ്ദേഹം ബിരുദം നേടിയത്. പക്ഷെ അവിടെ നിന്നാണ് ഇതിൻ്റെ ട്വിസ്റ്റ് തുടങ്ങുന്നത്. അദ്ദേഹം നല്ലൊരു ബേസ്ബോൾ കളിക്കാരനായിരുന്നു. അവിടുത്തെ ടീമിലെ, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ടീമിലെ ഏറ്റവും നല്ലൊരു ബേസ്ബോൾ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ. ഒരിക്കൽ കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു പ്ലെയറുടെ കയ്യിൽ നിന്നും തെറിച്ചു വീണ ബാറ്റ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ പതിക്കുകയും അദ്ദേഹത്തിൻ്റെ ബ്രെയിനിന് ഭയങ്കരമായ ഡാമേജ് ഉണ്ടാവുകയും ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം ഇന്ന് നമ്മൾക്ക് വായിക്കാൻ ഇടയായ ഒരു സാഹചര്യമാണ്. അവിടുന്ന് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വീണ്ടും ബേസ്ബോളിനെ കളിക്കാരനൊക്കെ ആകാനും യൂണിവേഴ്സിറ്റിയിൽ പ്ലേ ചെയ്യാനായിട്ടൊക്കെ അധികം ശ്രമിച്ചെങ്കിൽ അദ്ദേഹത്തിന് അത് തുടരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതെങ്ങനെ ബെറ്റർ ആക്കാം എന്നതിനെക്കുറിച്ചൊക്കെ തുടങ്ങിയ ഒരു റിസർച്ചാണ്, ഒരു ഹാബിറ്റ് സയൻസാണ് ഈ പുസ്തകം രചിക്കാനുള്ള മെയിൻ കാര്യം. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിലൂടെ ജീവിതത്തെ തിരിച്ചു പിടിച്ച ആളാണ് ജെയിംസ് ക്ലിയർ. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതുകൊണ്ടാണ് ഈ ബുക്ക് ഇത്ര ഹൃദ്യമാകുന്നു. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ജെയിംസ് ക്ലിയറിൻ്റെ തന്നെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റ്
അതിൽ നിന്ന് കരകയറാൻ അദ്ദേഹം അവലംബിച്ച സെൽഫ് ഇംപ്രൂവ്മെന്റ്സ് ആണ് ജെയിംസ് ക്ലിയറിനെ സഹായിച്ചതും. ഈ പുസ്തകം പോലും രചിക്കപ്പെട്ടതാണ്. ഇതിൻ്റെ ഒരു ബേസ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓൾ സക്സസ് ഈസ് നോട്ട് അബൌട്ട് ബിഗ് ജംപ്സ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ദ മൊമെന്റ്സ് ഓഫ് ഇൻസ്പിറേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് സ്മോൾ കൺസിസ്റ്റന്റ് ആക്ഷൻ ദാറ്റ് മൾട്ടിപ്പിൾസ് ഓവർ ടൈം എന്ന് അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം ഈ പറഞ്ഞ ബുക്ക് രചിച്ചതുകൊണ്ടാണ്. ഇതാണ് ഈ ബുക്കിന്റെ ടൈറ്റിലാണ് ഞാൻ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയല്ലേ? ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് ഇന്നത്തെ പ്രസന്റേഷന്റെ പർപ്പസിന് വേണ്ടി ഇതെല്ലാം കാണിക്കുന്നേ ഉള്ളൂ. ടൈനി ചേഞ്ചസ്, റിമാർക്കബിൾ റിസൾട്ട്സ്, an easy and proven way to build good habits and break bad ones. ഇതാണ് സാബു സാർ നേരത്തെ സൂചിപ്പിച്ചത്. രണ്ട് കാര്യങ്ങൾ സാധിക്കാം. ഒന്ന്, ഹൗ ടു ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ഹൗ ടു ബ്രേക്ക് ബാഡ് വൺസ് എന്നാണ് ജെയിംസ് ക്ലിയർ ഇതിലൂടെ നമ്മളെയൊക്കെ ഈ ബുക്കിലൂടെ കൊണ്ടുവന്നു. ഇത് കൂടാതെ ഇദ്ദേഹം വളരെ യങ് ആണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബ്ലോഗൊക്കെ വളരെ വീക്ക്ലി ബ്ലോഗ്സ് ഒക്കെ വരാറുണ്ട്. ഇദ്ദേഹം 3 to 1 എന്ന് പറഞ്ഞ ഒരു ആഴ്ചതോറും ഇറങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. ദശലക്ഷക്കണക്കിനാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഡിസ്നി തുടങ്ങിയ പ്രമുഖ കമ്പനികളിലൊക്കെ, ലോകം അറിയപ്പെടുന്ന കമ്പനികളിലൊക്കെ പോയി ഹാബിറ്റ്സിനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്ന ഒരു ആൾ കൂടിയാണ്. ഇതാണ് ഇതിനെക്കുറിച്ചൊക്കെ ജെയിംസ് ക്ലിയറിനെ കുറിച്ചും പറയാനുള്ളത്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ മറ്റുള്ള കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. ദി ഹാബിറ്റ് ലൂപ്പ്, ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഈ ബുക്കിൻ്റെ ആധാരം. ദി 4 laws ഓഫ് ബിഹേവിയർ ചേഞ്ച്, ദിസ് ഈസ് ദി ഹബ് ഓഫ് ദിസ് ബുക്ക്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഒരു ശീലത്തെ രൂപപ്പെടുത്തുമ്പോൾ 4 ഘടകങ്ങൾ ആവശ്യമാണെന്നാണ് ഈ ഹാബിറ്റ് ലൂപ്പിലൂടെ അദ്ദേഹം പറയുന്നത്. ടു ബിൽഡ് ആൻഡ് ബ്രേക്ക് ഹാബിറ്റ്സ്, 4 ഘടകങ്ങൾ വേണം. നമുക്കൊരു ഹാബിറ്റ് വളർത്തണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ കൂടി ഉള്ള ഒരു ഫ്രെയിം വർക്കിൽ കൂടെ പോയാലാണ് നാം അതിൽ കൂടി സക്സസ് ആവുന്നതെന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഫോർമുലയുണ്ട്. ഇതാണ് ഫോർമുല. സക്സസ് ഈക്വൽ സിസ്റ്റംസ് ഇൻറ്റു കൺസിസ്റ്റൻസി ഇൻറ്റു ടൈം. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സിസ്റ്റംസ് എന്ന് പറയാൻ നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങളാണ്, ഗോൾ സെറ്റിംഗ് അല്ല. നമ്മൾ ആ ഗോൾ സെറ്റിങ്ങിന് വേണ്ടി ദൈനംദിനം ചെയ്ത കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റംസ്. സോ വാട്ട് ഈസ് എ സക്സസ്? ദ സക്സസ് ഈസ് ദ സിസ്റ്റംസ് യു ഡു എവറി ഡേ ടൈംസ് കൺസിസ്റ്റൻസി, എത്രമാത്രം അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഓവർ ദ ടൈം. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് സക്സസ് ആസ് പെർ ദിസ് ബുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ദ 4 laws ഓഫ് ബിഹേവിയർ ചേഞ്ച്. നമുക്ക് ഓരോന്നോരോന്നായി നമുക്കിതിനെ നോക്കാം. ഇതിനകത്ത് ആദ്യം കാണുന്ന ഇതാണ്, ഈ സ്റ്റേജാണ്. ഇതിനകത്ത് ഞാൻ ആദ്യം പറയും, ഇതിന് 4 സ്റ്റേജുകളുണ്ട്. ദ നമ്പർ 1 സ്റ്റേജ് ഈസ് നോൺ ആസ് ക്യൂ. അത് എന്താണ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേക്ക് ഇറ്റ് ഒബിയസ്, കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് കാണുന്നത് പോലെ ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആക്കി വെക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിന്? ഹൗ ടു ബിൽഡ് എ ഗുഡ് ഹാബിറ്റ്, യു നീഡ് ടു ഡിസൈൻ യുവർ എൻവയോൺമെന്റ് സോ ഗുഡ് ഹാബിറ്റ്സ് ആർ വിസിബിൾ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഈ ക്യൂ എന്നതിലൂടെ അദ്ദേഹം പറയുന്നത്. അതായത് നമ്മളൊരു ഹാബിറ്റ് വളർത്തിയെടുക്കുന്നതിൽ ആദ്യത്തെ നടപടിയാണ്, നമുക്കിതെല്ലാം ഒരു സൂചനയാണ്. നമുക്ക് പല സൂചകങ്ങളുണ്ട്. ആ സൂചകങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഹാബിറ്റ്സുകളെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. കാര്യം നമ്മുടെ ബ്രെയിൻ പോലും അങ്ങനെയാണ്. നമ്മുടെ ദൈനംദിന പെരുമാറ്റങ്ങൾ ഏതാണ്ട് 45% നമ്മൾ ഈ കാണുന്ന കാര്യത്തിൽ കൂടിയാണ് നമ്മുടെ ബ്രെയിനൊക്കെ പോലും അക്സെപ്റ്റ് ചെയ്യുന്നത്. ബ്രെയിൻ ആക്ടിവിറ്റി തന്നെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ 1 സ്റ്റേജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ദി 4 laws ഓഫ് ബിഹേവിയർ ചേഞ്ച് പറയുന്ന നമ്പർ 1 സ്റ്റേജ് അതാണ്. ഇതിന് ഹൗ ടു ബ്രേക്ക് ബാഡ് ഹാബിറ്റ് എന്നാണ് ലാസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാഡ് ഹാബിറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ ഹൈഡ് ചെയ്യണം. എന്തിനെ? ഈ സൂചകങ്ങളെയൊക്കെ. ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ ഫോർ യു, ദെൻ യുവർ ഐസ് ആർ നോട്ട് ക്യാച്ച്. എസ്പെഷ്യലി നമ്മൾ വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയിലൊക്കെ അട്രാക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ 2 കാര്യങ്ങളാണ്
ഒന്ന് കാണുക, ഒന്ന് കാണാതിരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാതിരിക്കുക. ദിസ് ഇസ് എ ക്യൂ. ഓക്കെ, ഇതാണ് എൻ്റെ സുഖം. നമ്പർ 2 ഇസ് എ ക്രേവിംഗ്. വാട്ട് ഈസ് ഇറ്റ്? മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. For how to build a good habit, so what you need to do is pair habits with the appealing rewards or identity. നമുക്കറിയാം, നമുക്കെപ്പോഴും ഒരു റിവാർഡ് കിട്ടുമ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള എപ്പോഴും നമുക്ക് ഉത്സാഹം തോന്നും. അപ്പോൾ ഒരു തരത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ ഹാബിറ്റ്സിനെയൊക്കെ നയിക്കുന്നത് തന്നെ നമുക്കൊരു ആസക്തി വേണം. ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുന്നതിൽ കൂടിയാണ് നമ്മൾ ആ കാര്യം നമ്മൾ നേടിയെടുക്കുന്നത്. ഇത് പറയുന്നത് ന്യൂറോ സയൻസിൽ കൂടെയാണ്. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ കാര്യത്തിൽ ന്യൂറോ സയൻസ് റിസർച്ചുകളാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, നമുക്കൊരു പ്രതിഫലം ലഭിക്കുമ്പോൾ മാത്രമല്ല, അത് പ്രതീക്ഷിക്കുമ്പോൾ പോലും നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമിൻ ലെവലൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അത് മെഡിക്കൽ ന്യൂറോ സയൻസ് ഒക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ഇൻട്രസ്റ്റും തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോപ്പമിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഒരു ശീലം നമ്മൾ കൂടുതൽ ആകർഷമാകുന്നത്. അതുകൊണ്ടാണ് കാര്യം നമുക്കത് ഇഷ്ടമാണ്. അത് നമുക്കത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു റീസൺസ് കൊണ്ടുവരുന്നതും ഇതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് ദി നമ്പർ 2 സ്റ്റേജ്. നമ്പർ 3 ഈസ് കോൾഡ് ദ റെസ്പോൺസ്. നമുക്കറിയാം റെസ്പോൺസ് എന്താണ്. റെസ്പോൺസിൽ കൂടി ചെയ്യുന്ന റെഡ്യൂസ് ഫ്രിക്ഷൻ, സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ഓട്ടോമേറ്റ് വാട്ട് യു ക്യാൻ. അപ്പോൾ ഈ പറയുന്ന ശീലങ്ങൾ എത്രമാത്രം എളുപ്പമാണോ അത്രത്തോളം അത് ശീലമാകാനുള്ള സാധ്യതയുണ്ടാകും. അതാണ് നമ്പർ 3 ലോ. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞ പരിശ്രമം എന്ന നിയമം ഇവിടെയാണ് പാലിക്കപ്പെടുന്നത്. എങ്ങനെ? ഏറ്റവും കുറഞ്ഞ പരിശ്രമം ആവശ്യമുള്ളപ്പോൾ നമ്മൾ പല ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് കിട്ടാൻ ഏതാണ് എളുപ്പം. സോ വി ലുക്ക് ഫോർ ദാറ്റ്. സോ ദാറ്റ് ഈസ് ഫോർ ടു ബിൽഡ് എ ഗുഡ് ഹാബിറ്റ്. ടു ബ്രേക്ക് എ ഹാബിറ്റ് വാട്ട് യു നീഡ്. ഇതെല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഒരു ഹാബിറ്റ് വളർത്തുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ആ ഹാബിറ്റ് ഉപേക്ഷിക്കുന്നത്. ഇത് വളരെ റെസിപ്രോക്കലുമാണ്. അപ്പോൾ നമ്മൾ റെഡ്യൂസ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഗുഡ് ഹാബിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ, വി വിൽ ഇൻക്രീസ് ദ ഫ്രിക്ഷൻ, മേക്ക് ബാഡ് ഹാബിറ്റ്സ് ഹാർഡർ ടു ഡു. നമ്മൾ ആ കാര്യം ചെയ്യാൻ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കിയാൽ മതി. സോ ദാറ്റ് വിൽ നോട്ട് ബിക്കം ആസ് യുവർ ഹാബിറ്റ്. സോ നമ്പർ 4 സ്റ്റേജ് ആണ് റിവാർഡ് സ്റ്റേജ്. റിവാർഡ് സ്റ്റേജ് എന്താണ്? ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു പ്രതിഫലം കിട്ടുന്ന സ്വഭാവം നമ്മൾ ആവർത്തിക്കുകയും അത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു റിവാർഡ് കിട്ടുമല്ലോ. അപ്പോൾ ആ നല്ല ശീലങ്ങൾക്ക് ഈ പറഞ്ഞ പ്രതിഫലം കിട്ടുമ്പോൾ അത് നമുക്ക് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് മോശശീലങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയും ടു റിമൂവ് റിവാർഡ്സ് ടൈഡ് ടു ദ ബാഡ് ഹാബിറ്റ്സ് ദാറ്റ് ഹിൻഡർ യുവർ ഗ്രോത്ത്. അപ്പം നമ്മുടെ ഗ്രോത്തിനെ ഹിൻഡർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റിമൂവ് ചെയ്യാൻ വേണം. സോ ദിസ് ഈസ് ദ ഹാബിറ്റ് ലൂപ്പ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ക്ലിയർ ഇൻ ദിസ് ബുക്ക്. ഇത് ബിഹേവിയർ സയൻസിൻ്റെ പാർട്ടാണ്. ദിസ് ഇസ് ദ 4 laws ഓഫ് ബിഹേവിയർ ചേഞ്ച്. I hope it is clear. If you have any doubt, we can clarify at the end of this session. If you have any questions, you can ask. And അടുത്ത ഇതിനകത്തൊരു പോയിന്റ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റോമിക് ഹാബിറ്റ്സിൽ ഏറ്റവും വളരെ ഡെപ്തിലുള്ള ഒരു ഉൾക്കാഴ്ചകളിൽ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റ്. എന്താണ്? ഐഡൻറ്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് ആൻഡ് 3 levels ഓഫ് ചേഞ്ച്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യത്തെ കാര്യം ഔട്ട്കം ആണ്. നമ്പർ 1 ഈസ് ദ ഔട്ട്കം. സോ വാട്ട് വി വിൽ ഗെറ്റ്, വാട്ട് യു ഗെറ്റ്. അപ്പോൾ നമ്മളൊരു ശീലം തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ ഒരു പക്ഷേ നമ്മൾക്ക് തോന്നും, ഇതിൽ നിന്ന് എനിക്കെന്താണ് കിട്ടാൻ, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ. ലൂസിങ് വെയ്റ്റ്, റൈറ്റിംഗ് എ ബുക്ക് എന്ന് പറയാനുള്ള 1-2 ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതാണ് ഔട്ട്കം എന്ന് പറയുന്നത്. നമ്പർ 2 ഈസ് ദ പ്രോസസ്. വാട്ട് യു ഡു ടു ഗെറ്റ് or to make the habit or to make your goal, what you do. For example, going to the gym routines, or you may have to put some schedule for your writing a book. So these are the processes or the steps. Number 3 is the identity, what you believe. For example, I am a healthy person, I am a writer. So this kind of belief, if you believe that I am a writer,
and then you work reverse, you can achieve this. That is how you are getting your, I mean, the goal setting is achieved. So this is the identity based. We are assuming that this is a person. I am a good writer, or I can say ഞാൻ നല്ലൊരു ഗായകനാണ്, അതിനുവേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഗായകൻ എന്നുള്ള ഐഡന്റിറ്റി കൊടുക്കുമ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൂടുന്നു. ഞാൻ ദിവസം പ്രാക്ടീസ് ചെയ്യും. Why? Because I have an identity. So I don't want to go back to my identity. I don't want to break my identity. So accordingly, you have to make the practices, do the, systems, follow the systems. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെയാണ് ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇൻ ദിസ് ബുക്ക്. നൗ ഇത് എങ്ങനെ സാധിക്കാൻ നമുക്ക് നോക്കാം. ഹൗ ടു ബിൽഡ് ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ്. ഒന്നും ചെയ്യേണ്ട. നമ്പർ 1, ഡിസൈഡ് ദ ടൈപ്പ് ഓഫ് പേഴ്സൺ യു വാണ്ട് ടു ബി. നമ്മൾക്ക് എന്താണ് ആകേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ സിംഗർ and you are deciding that I want to be a professional singer, this is identity you want to create. So decide, and then what you have to do, prove it to yourself with the small wins. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയ ചെറിയ പ്രാക്ടീസിൽ കൂടെയൊക്കെയും ചെറിയ ചെറിയ കോമ്പറ്റീഷനിലൊക്കെ പോയി പങ്കെടുക്കാം. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വിൻസിൽ കൂടി, ചെറിയ ചെറിയ വിജയങ്ങളിൽ കൂടി നാം ഇത് ആഘോഷിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. Now, if you talk about the goals versus systems, this is the power systems of thinking. Okay, this is the power. ഗോൾസിനെയും ഈ സിസ്റ്റത്തെയും ഒന്ന് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കിയാൽ, so what is the meaning of goals? Let's look at it as per, Atomic Habits. Goals are good for setting direction. അല്ലേ? നമുക്കറിയാം, ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങൾ എത്താനുള്ള ഒരു ഡിറക്ഷനാണ് അത്. നമ്പർ 2, ഗോൾസ് ആർ അബൌട്ട് റിസൾട്ട്സ് യു വാണ്ട്. അല്ലേ? നമുക്ക് ആ റിസൾട്ടാണ് നമുക്ക് വേണ്ട ഗോള്. അതേസമയം സിസ്റ്റം എന്ന് പറയുന്നത്, സിസ്റ്റംസ് ആർ ബെസ്റ്റ് ഫോർ മേക്കിംഗ് എ പ്രോഗ്രസ്. നമ്മൾ ദിവസവും ചെയ്യുന്ന ആ പ്രാക്ടീസ് ഉണ്ടല്ലോ, ദാറ്റ് ഓൺലി വിൽ ഗിവ് എ പ്രോഗ്രസ്. ദാറ്റ് ഇസ് ദ സിസ്റ്റംസ്. ആൻഡ് ഓൾസോ സിസ്റ്റംസ് ആർ അബൌട്ട് ദ പ്രോസസ്സസ് that lead to those results. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഗോൾ സെറ്റിങ്ങിൽ കൂടി ഡിറക്ഷൻ കിട്ടുന്നു, റിസൾട്ട് കിട്ടുന്നു. അത് ചെയ്യാൻ വേണ്ട സിസ്റ്റങ്ങളെ കുറിച്ചാണ് ഈ ബുക്കിൽ നമ്മൾ പറയുന്ന ഈ പ്രൊസീജിയേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും നമുക്കൊരു ആഗ്രഹങ്ങളാണ്, നമ്മളെ പ്രചോദിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ശീലങ്ങൾ അതിൽ കൂടി തന്നെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ഗോൾ സെറ്റിങ്ങിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ, നമുക്ക് നല്ല ഗോൾസ് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നല്ല സിസ്റ്റങ്ങൾ അതോടൊപ്പം തന്നെ ക്രിയേറ്റ് ചെയ്ത് അതിൽ കൂടി വേണം നമ്മുടെ ഡെയിലിയുള്ള പ്രാക്ടീസസും എന്നാണ് അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത്. ഇനി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇതിന്റെ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. ദ പ്രോബ്ലംസ് വിത്ത് ദ ഗോൾസ് ഫസ്റ്റ് തിങ്കിങ്. നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ സെറ്റിങ്ങിനൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്ക് ഗോൾസ് ഫസ്റ്റ് എന്നാണ് നമ്മളുടെ ഒരു തിങ്കിങ് പ്രോസസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഈ ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ്? വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഹാവ് ദ സെയിം ഗോൾസ്. അല്ലേ? വിജയികൾക്കും പരാജിതർക്കും ഒരേ ലക്ഷ്യങ്ങളാണുള്ളത്. എല്ലാവരും ലക്ഷ്യത്തിലാണ് ഇരിക്കുന്നത്. അതിൽ വിജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം. So that's a problem with the goals first thinking. വേറൊന്ന്, അച്ചീവിങ് എ ഗോൾ ഈസ് ഓൺലി എ മൊമെന്ററി ചേഞ്ച്. ഒരു ലക്ഷ്യം നേടുക എന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമല്ലേ? അത് തീർന്നു, നമ്മളെ ലക്ഷ്യം നേടി തീർന്നു. മൂന്നാമത് പറയുന്നത്, ഗോൾസ് റെസ്ട്രിക്റ്റ് യുവർ ഹാപ്പിനെസ് ടു എ ഫ്യൂച്ചർ ഈവൻറ്റ്. നമ്മൾ ഒരു ഗോൾ നേടിയെന്ന് വിചാരിക്കും. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നമ്മുടെ സന്തോഷം, ഒരു ഭാവിയിലെ ഒരു സംഭവത്തിലേക്ക് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പോയില്ലെന്നിരിക്കും. അത് പരിമിതപ്പെടുത്തും. ആ ഗോൾസ് റെസ്ട്രിക്റ്റ് യുവർ ഹാപ്പിനെസ് ടു എ ഫ്യൂച്ചർ ഇവന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഗോൾസ് ക്യാൻ ക്രിയേറ്റ് എ മോട്ടിവേഷൻ ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ ദ ഗോൾ ഈസ് അച്ചീവ്ഡ്.
ചിലപ്പോൾ ലക്ഷ്യം നേടിയതിന് ശേഷമുണ്ടല്ലോ നമുക്ക് അത്രമാത്രം പിന്നെ വലിയ പ്രചോദനമൊന്നും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. അത് നേടിയതോടുകൂടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രചോദനം നമുക്ക് കുറയുന്നതായിട്ട് തോന്നും. അതേസമയം ദ ബെനിഫിറ്റ് ഓഫ് സിസ്റ്റം ഫസ്റ്റ് തിങ്കിങ്ങിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണ്? സിസ്റ്റംസ് ക്രിയേറ്റ് സസ്റ്റൈനബിൾ റൊട്ടീൻസ് ആൻഡ് റിതംസ്. അതാണ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്താൽ കിട്ടുന്ന നമുക്ക് സിസ്റ്റങ്ങൾ സുസ്ഥിരവും റെഗുലറുമായിട്ടുള്ള ദിനചര്യകളും ഉണ്ടല്ലോ അത് സൃഷ്ടിക്കും. അപ്പം നമുക്കൊരു റിതം അതിനകത്തൂടെ കിട്ടും ഈ സിസ്റ്റത്തെ ഫോളോ ചെയ്താൽ. ഓക്കെ, നമുക്ക് ദിനചര്യകളുടെ നമ്മളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറും. പ്രോഗ്രസ് ബിക്കംസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഡെയിലി ആക്ഷൻ, നോട്ട് എ ഡിസ്റ്റന്റ് റിവാർഡ്. നമ്മൾ ഈ സിസ്റ്റങ്ങളെ ഫോളോ ചെയ്താൽ നമ്മുടെ പുരോഗതി നമ്മളുടെ ഒരു ദൈനംദിന പ്രവർത്തനമായിട്ട് മാറും. അതൊരു പ്രൊഡക്റ്റായിട്ട് തന്നെ മാറും. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ ദൈനംദിനമുള്ള ഈ പ്രാക്ടീസസ് ചെയ്യണം. അപ്പോൾ ആ സിസ്റ്റത്തിൽ കൂടെ പോയെങ്കിൽ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റാണ് കിട്ടുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് എനി ടൈം യുവർ സിസ്റ്റം ഈസ് റണ്ണിങ്, നോട്ട് ജസ്റ്റ് വെൻ യു ഹിറ്റ് എ മൈൽ സ്റ്റോൺ. അപ്പം നമുക്ക് ഈ സിസ്റ്റത്തെയൊക്കെ ഫോളോ ചെയ്താൽ കിട്ടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു മൈൽ സ്റ്റോൺ, ഒരു നാഴികക്കല്ല് പിന്നിടുമ്പോൾ മാത്രമല്ല, നമ്മൾ ഈ സിസ്റ്റത്തിൽ കൂടെയൊക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എപ്പോഴും സംതൃപ്തി തന്നുകൊണ്ടിരിക്കും. ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമല്ല. സോ ദിസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗോൾ ഫസ്റ്റ് തിങ്കിങ് ആൻഡ് ദ സിസ്റ്റം ഫസ്റ്റ് തിങ്കിങ്. ദിസ് വെരി പ്രിസൈസ്ലി റിട്ടേൺ ഇൻ ദാറ്റ് ബുക്ക്. In many places this is repeating also. Okay, now അതുപോലെ തന്നെയാണ് വേറൊരു ടേമാണ് ഈ ബുക്കിൽ കൂടി പെട്ട നമുക്ക് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയും. ദിസ് ഓൾസോ എ വെരി ഗുഡ് പ്രാക്ടീസ്. എന്താണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പുതിയ ശീലങ്ങൾ നിലവിലുള്ള ശീലങ്ങളിലൂടെ ചേർത്ത് വെക്കുക. അതാണല്ലോ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. സോ ഹാബിറ്റ് സ്റ്റാക്കിംഗ് ഈസ് ലിങ്കിങ് എ ന്യൂ ഹാബിറ്റ് ടു an existing one using a formula. He is also suggesting a formula like, after the current habit I will do the next new habit. This is the formula. ഉദാഹരണം, after I pour my morning coffee I will meditate for 1 minute. ഒരു ഉദാഹരണമാണ്. എന്താണ് പറയുന്നത്? After I pour my morning coffee I will meditate for 1 minute. എൻ്റെ രാവിലത്തെ ഒരു ശീലമാണ്, കാപ്പിക്കുടി പോലും ശീലമാണ് നമ്മൾക്കൊക്കെ. അപ്പോൾ രാവിലത്തെ അത് കാപ്പി കുടിച്ചതിന് ശേഷം ഐ എം ഗോയിങ് ടു ഡെഡിക്കേറ്റ് മൈ ടൈം ടു മെഡിറ്റേറ്റ് ഫോർ 1 minute. അപ്പോൾ ഈ 1 minute എന്ന് പറയുന്നതാണ് ന്യൂ ഹാബിറ്റ്. ഓക്കെ, നമ്മുടെ കറണ്ട് ഹാബിറ്റ് എന്താണ്? ഹാവിങ് കോഫി ഇൻ ദ മോർണിംഗ്. സോ ദീസ് ടു ഹാബിറ്റ്സ് ആർ ലിങ്കിങ് സോ ദാറ്റ് whenever you have a coffee, automatically it will tell you to do the meditation. This is the habit stacking. ഇതുപോലെ തന്നെയാണ് അടുത്ത എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ആഫ്റ്റർ ഐ ബ്രഷ് മൈ ടീത്ത് ഐ വിൽ ഡു 10 push-ups. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ്, ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യു വിൽ ബി ടെംപ്റ്റ് ടു ഡു 10 push-ups. ദിസ് ഈസ് ദ ഹാബിറ്റ് സ്റ്റാക്കിംഗ്. പരീക്ഷിച്ച് നോക്കാം. വളരെ എന്താണ്, നമ്മൾക്ക് ശീലങ്ങൾ വളർത്താൻ, ശീലങ്ങൾ മറന്നു പോതിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടൂളാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ബുക്കിൽ കാണുന്ന ഒരുപാട് ടൂളുകളുണ്ട്. അതിൽ കാണുന്ന ഒരു നല്ല ടൂളാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് there are some tips is also given in the book how to do effective habit stacking. Number 1, choose a reliable anchor. ആങ്കർ എന്ന് പറഞ്ഞാൽ an existing habit you do every day. നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. ആങ്കറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ആങ്കറിങ് എന്ന് പറഞ്ഞാൽ NLP-യിലൊക്കെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കാറുണ്ട്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്ത് ജോലിയും അത് നമ്മൾ ദിവസം ചെയ്യുമല്ലോ. ഓക്കെ, ചൂസ് എ റിലയബിൾ ആങ്കർ ഓർ എ ഹാബിറ്റ് യു ഡു എവറി ഡേ ആൻഡ് ദെൻ മേക്ക് ദ ന്യൂ ഹാബിറ്റ് ടൈനി. അത് ചെറുതായിരിക്കണം, അതിന് ഒരുപാട് ടൈം എടുക്കുന്ന ആയിരിക്കില്ല. നോട്ട് മോർ ദാൻ 2 minutes ഓർ ലെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഹാബിറ്റ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു ഹാബിറ്റ് വളർത്തിയെടുക്കണം. ആ ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം. ദാറ്റ് ഷുഡ് ബി വെരി ടൈനി. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ടേക്ക് മോർ ടൈം. പ്രിപ്പയർ യുവർ എൻവയോൺമെന്റ് സോ ദ ക്യൂ ഈസ് ഓൾസോ ഒബ്വിയസ്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ബിഹേവിയർ ചേഞ്ചസിൽ പറഞ്ഞ ലോകളിലൊന്നാണ് ക്യൂ. അപ്പം ഇത് നമ്മളുടെ
കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കുന്ന ഒരു ക്യൂവും കൂടെ ഉണ്ടാക്കണം ഈ ഹാബിറ്റ് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അത് ഡെയിലി ഒരു പ്രാക്ടീസായിട്ട് മാറുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തോടൊപ്പം തന്നെ വേറൊരു പുതിയ കാര്യം നമ്മൾ ചെയ്യാനുള്ള ഒരു നമ്മളെ ആ ഒരു ഡയറക്ഷനിലേക്കും നമ്മളുടെ ഈ ആക്ടിവിറ്റി നമ്മളെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഈ ഹാബിറ്റ് സ്റ്റാക്കിങ്ങിൻ്റെ. സോ മാസ്റ്റർ വൺ സ്റ്റാക്ക് അറ്റ് എ ടൈം ബിഫോർ ആഡിങ് മോർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ചെറിയ ശീലത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, അപ്പോൾ അതൊന്ന് മാസ്റ്റർ ചെയ്തതിന് ശേഷമേ അടുത്ത കാര്യം നമ്മൾ പുതിയ പുതിയ ഹാബിറ്റിലേക്ക് പോകാവൂ. അപ്പോൾ കുറേ പുതിയ ഹാബിറ്റുകൾ തിരഞ്ഞെടുത്തിട്ട് അതെല്ലാം കൂടെ ചെയ്യുന്നതിന് പകരം യു ഡു ഇറ്റ് വൺ ബൈ വൺ. സോ ദിസ് ഈസ് കോൾഡ് ദി habit stacking. Now there is another very interesting point in this book called the 2-minute rule. You must have heard about it. എല്ലാവർക്കും ഒരു പക്ഷേ ഇത് കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു റൂൾ ആയിരിക്കും. എന്താണ് 2-minute rule? When you start a new habit, it should take less than 2 minutes to do. ഇതാണ് 2 minute. അപ്പോൾ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഹാബിറ്റ് എടുക്കുന്നെങ്കിൽ ആ ഹാബിറ്റ് 2 മിനിറ്റിൽ താഴെയുള്ള ഒരു പ്രാക്ടീസിനെ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ദിസ് ഈസ് ദി 2-minute റൂൾ. ദ 2-minute റൂൾ ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ദി മേക്ക് ഇറ്റ് ഈസി ലോ. ഇതിൻ്റെ ബെനിഫിറ്റ് അതാണ്, നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ 2 മിനിറ്റിൽ കൂടുതലുള്ള കാര്യം അല്ലെ ടൈം കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടൈമിനെ പഴി ചേരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇത്രയും സമയം എടുക്കില്ല. എൻ്റെ ഇപ്പം ഉള്ള ഈ കാലഘട്ടത്തിൽ ആർക്കും സമയം ഇല്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പരാതി. എനിക്കൊന്നും ചെയ്യാൻ സമയമില്ലെന്നാണ് നമ്മളൊക്കെയും പറയാറുള്ളത്. അപ്പോൾ അത് വേണ്ട, 2 മിനിറ്റ് ഉണ്ടല്ലോ, 24 മണിക്കൂർ നിങ്ങൾക്ക് 2 മിനിറ്റ് ഉണ്ടെങ്കിൽ സോ യു കൺസ്യൂം ദ 2 minutes ടു മേക്ക് എ ന്യൂ ഹാബിറ്റ്. സോ ദിസ് ഈസ് ദി 2-minute റൂൾ. ഇനി ഇത് കുറേ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ട്. നമ്മളൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്, എന്താണ്, ബുക്ക് വായിക്കുന്നത് ഒരു ഹാബിറ്റ് ആണെങ്കിൽ റീഡ് ബിഫോർ ബെഡ്. നമ്മൾ ഒരു പക്ഷെ കിടക്കുന്നതിന് മുന്നേ വായിക്കുക. അതെന്തായി തീരും? റീഡ് 1 പേജ്. ഒരു പേജിൽ കൂടുതൽ വായിക്കാൻ പാടില്ല. അതിന് സമയമുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ 2-minute റൂളിൽ പറയുന്നത്. ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കാൻ സമയമില്ലാത്തവർ കാണത്തില്ല. ഐ എം ഷുവർ. രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വായിക്കുന്നവരുണ്ട്. ഒരു പേജിൽ കൂടുതൽ വായിക്കാറില്ല, അല്ലെ 2 പേജ്. അപ്പോൾ എന്താണ്, നമുക്കും 2 പേജ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ ഡെപ്തിൽ വായിക്കാൻ പറ്റും. ആ കാര്യങ്ങൾ 2 പേജിലെ കാര്യങ്ങൾ കുറച്ച് ഓർത്തിരിക്കാനും പറ്റും. 10 പേജിലെ കാര്യങ്ങൾ ചിലപ്പോൾ ഓർത്തിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വായന എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അത് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺസ് ഉണ്ടാവും, മൊബൈൽ ഫോൺ ഉണ്ടാവും, TV ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ അവോയ്ഡ് ചെയ്ത് ഒരു പേജ് അല്ലെങ്കിൽ 2 പേജ് വായിക്കാനുള്ള സമയം കണ്ടെത്തണം. അപ്പോൾ അതാണ് ഈ 2-minute റൂളിൻ്റെ പ്രത്യേകതയാണ്. വേറൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡു യോഗ ബിക്കംസ് റോൾ ഔട്ട് മൈ യോഗ മാറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ യോഗ മാറ്റിൽ കൂടെയാണ് എല്ലാവരും ഇരുന്നാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ ആ യോഗ മാറ്റ് ഒന്നും ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയായി. 1 മിനിറ്റ് പോലും വേണ്ട അതിന്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ഷനിൽ കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് വലിയ ശീലങ്ങളാണ്. ഇത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്ത് ആണ് ആ ശീലം നമ്മുടെ ജീവിതചര്യയായിട്ട് മാറുന്നതും അങ്ങനെ തന്നെയാണ്. വേറൊരു ഉദാഹരണമാണ് സ്റ്റഡി ഫോർ ക്ലാസ് ബിക്കംസ് ഓപ്പൺ മൈ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ജസ്റ്റ് പുസ്തകം തുറക്കാന്ന് ഒന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അത് പഠിക്കാനുള്ള അല്ലെങ്കിൽ ആ ബുക്കിൽ വായിക്കാനുള്ള ഒക്കെ ഒരു ആക്ഷനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. റൺ 3 miles ബിക്കംസ് ടൈ മൈ റണ്ണിങ് ഷൂസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ഈ 2-minute റൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രിഗർ ചെയ്യിക്കുകയാണ് ഒരു ആക്ഷനിൽ കൂടി. അപ്പോൾ ആ ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ അത് വളരെ ഈസിയും കൂടെയാണ്. മേക്ക് ഇറ്റ് ഈസി ലോയുടെ പ്രിൻസിപ്പിൾ കൂടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ലാത്ത കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റും വരും. അപ്പോൾ അങ്ങനെയാണ് ഈ 2-minute റൂള് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സിൽ വരുന്നത്. Now let us look at the takeaways.
ടേക്ക് അവേസ് ഞാൻ ഈ ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ടേക്ക് അവേസ് ഞാൻ ഐ ഷെയർ വിത്ത് യു. നമ്പർ 1 ഈ പറഞ്ഞത് തന്നെയാണ്, ടൈനി ചേഞ്ചസ് ബിഗ് ഇമ്പാക്ട്. സ്മോൾ 1% ഇംപ്രൂവ്മെന്റ്സ് കോമ്പൗണ്ട് ഫാസ്റ്റർ ദാൻ യു തിങ്ക്. ശരിക്കും പറഞ്ഞാൽ അതാണ്. ഞാൻ നേരത്തെ എൻ്റെ കണക്ക് പോലും പറഞ്ഞു, 1% ഇംപ്രൂവ്മെന്റ് ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാതിരി, ബാങ്കിലെ ഇൻട്രസ്റ്റ് മാതിരി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഫാസ്റ്റിൽ നമുക്കതിൻ്റെ പ്രയോജനം കിട്ടും. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. എന്താണ് ടൈനി ചേഞ്ചസ്? ദ ഇമ്പാക്ട് ഈസ് വെരി ബിഗ്. നമ്പർ 2, ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സ് വിൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടു. സോ ഫോക്കസ് ഓൺ ഹൂ യു വാണ്ട് ടു ബിക്കം, നോട്ട് ജസ്റ്റ് വാട്ട് യു വാണ്ട് ടു അച്ചീവ്. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ഐഡന്റിറ്റി, എനിക്ക് നല്ല റണ്ണർ ആവണമെന്നാണ് ഞാൻ കരുതുന്നതെങ്കിൽ അങ്ങനെയാണ് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ അതിൽ കൂടെ എന്ത് അച്ചീവ് ചെയ്യുന്നതെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. ഐ വോണ്ട് ടു ബിക്കം എ ഗുഡ് റണ്ണർ. ദിസ് ഈസ് ഐഡന്റിറ്റി ബേസ്ഡ് ഹാബിറ്റ്. നമ്പർ 3, systems beat motivation. Success is a result of structure as opposed to willpower. Okay? അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു സ്ട്രക്ചറിൽ കൂടിയാണ് പോകേണ്ടത്. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് സ്ട്രക്ചർ. നമുക്ക് വിൽ പവർ കൊണ്ട് മാത്രം ചിലപ്പോൾ ചില കാര്യങ്ങൾ സാധിക്കാൻ പറ്റില്ല. നമ്മൾ യു ഹാവ് ടു ഫോളോ എ സിസ്റ്റം, ദെൻ ദ സിസ്റ്റം വിൽ മോട്ടിവേറ്റ് യു, ദ സിസ്റ്റം വിൽ ടേക്ക് യു ടു യുവർ ഡെസ്റ്റിനേഷൻ. നമ്പർ 4, environment is stronger than intention. Shape your surroundings to make good habits the default. അപ്പോൾ എപ്പോഴും അതാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹാബിറ്റ്, ഇറ്റ് ഈസ് വിതിൻ യുവർ എൻവയോൺമെന്റ്, ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു മേക്ക് ദിസ് ആസ് എ ഹാബിറ്റ്. ഓക്കെ? അപ്പോൾ അങ്ങനെ നമ്മുടെ സറൗണ്ടിങ്സിനെയാണ് നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത്. എന്തിന്? ആ നല്ല ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് വിൽ ബി ദി ഡിഫോൾട്ട് habit in the future time. Number 5, never miss twice. Big advice. What is that? Never miss twice. So 1 mistake is a blip, 2 is a new pattern. Acknowledge both. അപ്പോൾ 2 പ്രാവശ്യം തെറ്റാൻ പാടില്ല, ഒന്നും മിസ് ചെയ്യാനും പാടില്ല. So 1 mistake is a blip, 2 is a new pattern. അത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. 2 പ്രാവശ്യം 3 പ്രാവശ്യത്തിലേക്ക് പോകാം. So be aware of it and acknowledge the both. So these are the takeaways which I could pick it from this beautiful book. So that is how the key takeaways I have made into this format. So let us look at say a recap. Number 1, tiny changes, big impact. Small 1% improvements compound faster than you think. Number 2, identity-based habits, it will always win. The system beat motivation. Success is a result of structure as opposed to willpower. Number 4, environment is stronger than intention. Shape your surroundings to make good habits the default. Number 5, never miss twice. 1 mistake is a blip, 2 is a new pattern. Acknowledge both. So these are the quick takeaways I could take from this book. And let us move. And another topic mentioned in this book, which is known as the 5 common traps that can occur while habit building. നമുക്ക് 5 ട്രാപ്പുകളുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ഹാബിറ്റ് ബിൽഡ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ചില ട്രാപ്പുകളിൽ പെടാൻ സാധ്യതയുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. നമ്പർ 1, ചേസിങ് ഗോൾസ് നോട്ട് സിസ്റ്റം. നമ്മളെപ്പോഴും ചെയ്യുന്ന തെറ്റായ ഒരു കാര്യങ്ങളാണ് നമ്മുടെ ഗോൾസിനെ ചേസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ? ചേസിങ് ഗോൾസ് നോട്ട് സിസ്റ്റംസ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, വാട്ട് യു നീഡ് ടു ഡു ഈസ് ഫോക്കസ് ഓൺ ഡെയിലി പ്രോഗ്രസ്, നോട്ട് ദി ഔട്ട്കം. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് 1%. റിമെമ്പർ ഓൾവേസ് അബൌട്ട് ദ 1% ഇംപ്രൂവ്മെന്റ്. ഓക്കെ? നമുക്ക് അതിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഔട്ട്കം എന്തും ആയിക്കോട്ടെ. ഓക്കെ? സോ നമ്പർ 1 ഈസ് ദ ഡോണ്ട് ചേസ് ദ ഗോൾസ്. And another number 2 is expecting perfection. നമുക്കൊക്കെയുള്ളൊരു പ്രശ്നമാണ് എല്ലാം 100% പെർഫെക്ഷനോടുകൂടി ചെയ്യുക എന്നുള്ളത്. ഓക്കെ? ലോകത്താരുമില്ല 100% പെർഫെക്ഷനോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് അത് പെർഫെക്ഷനിസം വളരെ നല്ലതാണ്, പെർഫെക്ഷൻ ആവശ്യമാണ്. പക്ഷേ
don't be after the perfection. So instead of that, aim for consistency or the intensity. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം തടസ്സങ്ങളൊന്നും ഇല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം പ്രത്യേകിച്ച് ഹാബിറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. നമ്പർ 3 ഈസ് റിലേയിങ് ഓൺ മോട്ടിവേഷൻ. നമ്മളെപ്പോഴും നമുക്കൊക്കെ വേണ്ടതാണ് ആരെങ്കിലും നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഉദാഹരണത്തിന് നടക്കാൻ പോകുന്ന ആണെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരാൾ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ വീട്ടിലുള്ളവരുടെയൊക്കെ ഉദാഹരണങ്ങളാണ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്നെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ, അല്ലെ എൻ്റെ ഒരു ഹാബിറ്റ് ഞാൻ വളർത്തുകയുള്ളൂ, അല്ലെ ഞാൻ എന്നിലുള്ള എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മറ്റുള്ളവർ നിർബന്ധിക്കണം എന്ന് വാശി പിടിക്കാൻ പാടില്ല. ഡോണ്ട് റിലേ ഓൺ മോട്ടിവേഷൻ, ഇൻസ്റ്റെഡ് ബിൽഡ് ഹാബിറ്റ്സ് ദാറ്റ് ഡോണ്ട് നീഡ് ഇറ്റ്. അപ്പം നമുക്ക് ഈ മോട്ടിവേഷനൊന്നും ഇല്ലാത്ത ഹാബിറ്റ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 1%, സ്മോൾ തിങ്സ്, ടൈനി തിങ്സ്, ഡു ദാറ്റ്. വാട്ട് ഇസ് എ പ്രോബ്ലം? ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റാർട്ടിങ് ടു ബിഗ്. അതും നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ്. എടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഒക്കെ എടുത്ത് തലയിൽ വെക്കും. അതുപോലെ തന്നെയാണ് ഹാബിറ്റിന്റെ കാര്യത്തിലും, ശീലങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട്. സോ ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് ടു ബിഗ് തിങ്സ്. അഗെയിൻ സ്റ്റാർട്ട് സ്മോൾ ഇനഫ് ദാറ്റ് യു കാൺ ഫെയിൽ. ഓക്കെ, നമുക്ക് പരാജയങ്ങളൊക്കെ വരാൻ വളരെ സാധ്യതകൾ കുറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഡോണ്ട് സ്റ്റാർട്ട് വിത്ത് ടു ബിഗ് തിങ്സ്. Forgetting identity. Instead of that, what we need to do is become the type of person who does the habit naturally. നമുക്കതാണ്. അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്യാനുള്ള ആ ആളിനെയാണ് നമുക്ക് വേണ്ടത്. ഞാൻ റണ്ണർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സിംഗർ ആവണമെങ്കിൽ, സോ ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഐഡൻറ്റിറ്റി. സോ വാട്ട് യു വാണ്ട് ടു ബിക്കം. അപ്പോൾ ഇതാണ് 5 കോമൺ ട്രാപ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് ഈ ഹാബിറ്റ്സിനെ കുറിച്ച് ഇത്ര വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റു ബുക്കുകളുണ്ടോയെന്ന് എൻ്റെ അറിവിലില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് ഇത്രമാത്രം ഗ്ലോബലി പ്രസിദ്ധമാകാൻ കാരണങ്ങൾ മറ്റൊന്നുമല്ല, ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്താണ്? അക്സസിബിലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. ഇത് ചെയ്യാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ഈസിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ഓൾസോ നമ്പർ 2 ഈസ് സയൻസ് ബാക്ക്ഡ് ഫ്രെയിം വർക്ക്. എല്ലാം പറഞ്ഞിരിക്കുന്ന സയൻസ് ബാക്കപ്പോട് കൂടിയാണ്. നമ്പർ 3, ഫോക്കസ് ഓൺ സിസ്റ്റംസ് ആൻഡ് ഐഡൻറ്റിറ്റി. എപ്പോഴും ഇതിനെ സിസ്റ്റങ്ങളുടെ ഫോക്കസ് ചെയ്താണ് പറയുന്നത്. ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ അത് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. Then next one is the emphasis on small wins and consistency. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി വിജയിക്കുന്നതിനുള്ള ഫ്രെയിം വർക്കുകൾ. There are many tools for overcoming common pitfalls. അപ്പോൾ ഇതിനകത്ത് പല ടൂൾസും ഉണ്ട്. നമ്മൾ ഫെയിൽ ആകുന്നതിന് പകരം അങ്ങനെ ഫെയിൽ ആകാതിരിക്കാൻ വേണ്ടി ഒരുപാട് ടിപ്സ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. The last one is the social and cultural relevance. ഇപ്പോൾ അടുത്ത കാലത്ത് ഈ 2018 മുതൽ ആണ് ഈ ബുക്കിനെ കുറിച്ച് ജനങ്ങൾ അറിയാൻ തുടങ്ങിയതും അത് ഇത്രമാത്രം റെലവൻസ് ഒക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ സിംപ്ലിസിറ്റി ഒക്കെ കൊണ്ടാണ് 25 മില്യൺ ബുക്സ് ഈ അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ വിറ്റഴിക്കപ്പെട്ടത് പോലും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്കിനെ ഇത്രമാത്രം ഗ്ലോബലി റിനൗൺഡ് ആക്കിയത്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കും ഇതിനകത്ത് പറയുന്ന നല്ല ശീലങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമ്മൾ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ചെലവഴിച്ചു കൂടാ എന്നുള്ളതാണ് ഇതിനകത്തെ ക്വസ്റ്റ്യൻ. സോ ലെറ്റ് us this is the time for the wind up. Ultimately it is your habits, not your drive, that determine your path. എന്താണ്? ആത്യന്തികമായി നിങ്ങളുടെ ഡ്രൈവ് അല്ല, നിങ്ങളുടെ ശീലങ്ങളാണ് നിങ്ങളുടെ പാതയെ അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ഇതാണ് ഒരു ടേക്ക് അവേ. The more consistent you are, the bigger multiple effect over time. നിങ്ങൾ കൂടുതൽ സ്ഥിരത ഉള്ളവരാണെങ്കിൽ, അതാണ് കൺസിസ്റ്റൻസി. നിങ്ങൾ കൂടുതൽ സ്ഥിരത ഉള്ളവരാണെങ്കിൽ കാലക്രമേണ മൾട്ടിപ്പിൾ ഉണ്ടാവുന്ന ഇഫക്റ്റ് വളരെ വലുതായിരിക്കും. You need to be very consistent. So what is one habit you are going to build right now? അപ്പോൾ ഇത്രയൊക്കെ കേട്ടതോടുകൂടി
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഞാനടക്കം, നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ശീലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇത്രയും കാലം എനിക്ക് ആ ശീലം വളർത്തിയെടുക്കാൻ പറ്റില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഗുഡ് ഹാബിറ്റ്സ്. സോ വൈൽ യു ടോക്ക് അബൌട്ട് ദ ഗുഡ് ഹാബിറ്റ്സ്, ഓൾസോ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഹൗ ടു ബ്രേക്ക് ബാഡ് ഹാബിറ്റ്സ്. രണ്ടും ചിന്തിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ സന്ധ്യയിൽ ഇത്രയും നേരം നമ്മൾ ഇതിനകത്ത് ചെലവഴിയിൽ കൂടെ ഓരോരുത്തർക്കും പറയാം, ഞാൻ എന്തൊരു ശീലമാണ് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നുള്ള യു ക്യാൻ ഡിസൈഡ് നൗ. സോ ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദി atomic habits. It will definitely help you to make good habits and break the bad habits. So the conclusion is, Atomic Habits is more than just a self-help book. നമുക്കൊക്കെ അറിയാം, ഇപ്പം സെൽഫ് ഹെൽപ്പ് ബുക്കിൻ്റെ ഒക്കെ കാലഘട്ടമാണ്. റീഡിങ്ങിൽ പലരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലും ഇങ്ങനെയുള്ള സെൽഫ് ഹെൽപ്പ് ബുക്കിൽ കൂടെയാണ്. ബട്ട് അറ്റോമിക് ഹാബിറ്റ്സ് ഈസ് മോർ ദാൻ a self-help book. It's very practical, science-backed manual for lasting change. Small, consistent actions compound into extraordinary results if you try. Tools to make good habits inevitable and bad habits nearly impossible. Bad habits നമുക്ക് പിന്നെ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ടൂൾസ് ആൻഡ് ടിപ്സ് ഈ ബുക്കിലുണ്ട്. പ്ലീസ് ഫോളോ ദാറ്റ്. Again, the last one, the 4 laws of behavior change offer a flexible framework that can be tailored to any goal. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് ഗോളാണോ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഫോളോ ദി ലോസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. Go through the 4 steps or the phases, you can achieve the goal. So finally, success is the product of daily habits, not once in a lifetime transformations. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചിന്ത ഇവിടെ അവസാനിക്കുന്നത്, വിജയം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ശീലങ്ങളുടെ ഒരു ടോട്ടൽ റിസൾട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുന്ന പരിവർത്തനങ്ങളൊന്നുമല്ല നമ്മളെ വിജയത്തിൽ എത്തിക്കുന്നത് നമ്മളുടെ ശീലങ്ങളാണ്. സോ നമ്മൾക്ക് നല്ല ശീലങ്ങൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അവൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, ഇത്രയും നേരം എന്നെ വളരെ സഹിഷ്ണുതയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ചിന്തകളും മറ്റുള്ള എൻ്റെ റിവ്യൂവും ഫീഡ്ബാക്കും ഒക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും സാബു സാറിലേക്ക് തന്നെ തിരിച്ചു പോകാം. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ഓവർ ടു യു സാബു സാർ. താങ്ക് യു സാർ. വളരെ മനോഹരമായൊരു ബുക്ക്, പ്രത്യേകിച്ച് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ബുക്ക് തന്നെയാണത്. സാർ കുറേ പോയിന്റ്സുകൾ പറഞ്ഞു. എന്താ, 4 തരത്തിലുള്ള 4 ലോസ്, അതുപോലെ തന്നെ ഹാബിറ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസ്, 2 മിനിറ്റ്. എന്താണെങ്കിലും നമുക്കറിയാം, ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ഒരു ഹാബിച്വലായി മാറിക്കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ഒന്ന് ഓർത്താൽ മതി. എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് ഹാബിറ്റ്. ആ ഹാബിറ്റ് ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ സക്സസ്സിലേക്ക് പോകണമെങ്കിൽ ഹാബിച്വൽ ആക്കണം. അപ്പോൾ അതിനുള്ള സൂത്രവിദ്യകളെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ബുക്കിലൂടെ മനോജ് സാർ പറഞ്ഞു. ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ എത്തണം. അതെത്തണമെങ്കിൽ നമ്മൾ നല്ലോണം പ്രാക്ടീസ്ഡ് ആകണം. പ്രാക്ടീസ്ഡ് ആയി കഴിഞ്ഞാൽ വെച്ചാൽ അതിൻ്റെ അത് ശീലമാകണമെന്ന് അർത്ഥം. ഒരു ഹാബിച്വൽ ഫോമിലേക്ക് വരണം. അപ്പം ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം പറഞ്ഞു, ഹാബിറ്റിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടാം എന്നുള്ളതിൻ്റെ ഒത്തിരി സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. സാർ പറഞ്ഞ ആ ഒരു ഫസ്റ്റ് ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു പോയിന്റ്, ഇത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. അത് പലപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം എന്തുകൊണ്ടാണ്. സാർ ആദ്യം തുടക്കം പറഞ്ഞ ഇതാണ്: യു ഡു നോട്ട് റൈസ് ദ ലെവൽ ഓഫ് യുവർ ഗോൾസ്, യു ഫെയിൽ ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റംസ്. നമുക്കറിയാം, നമുക്ക് സെൽഫ് ലവ് എന്നൊക്കെ പറയുന്നൊരു തലമുണ്ടല്ലോ. സെൽഫ് ലവ് ഉണ്ടാകണം. മറ്റാരും സ്നേഹിക്കാൻ നമുക്കില്ല എങ്കിൽ പോലും നമുക്ക് നമ്മളെ സ്നേഹിക്കാമെന്ന് പറഞ്ഞു. ഈ സെൽഫ് ലവ് ഉണ്ടാകണമെങ്കിൽ പോലും നമുക്ക് നമ്മളെക്കുറിച്ചൊരു അപ്രിസിയേഷൻ ഉണ്ടാകും. നമുക്ക് നമ്മളെക്കുറിച്ച് അപ്രിസിയേഷൻ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സിസ്റ്റം എല്ലാം ശരിയായിരിക്കണം. ശരീരവും മനസ്സും എല്ലാം അതിൻ്റെ പാർട്ടാണ്, പ്ലസ് ബാക്കിയുള്ളതെല്ലാം.
അപ്പോൾ ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തണം. പലപ്പോഴും നമ്മൾ ഗോളിലേക്കാണ്, അത് വളരെ കറക്റ്റാണ്. അത് ഗോളിലെത്തുമ്പോൾ ഫെയിലിയർ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ മനസ്സും ശരീരത്തിനെയും കപ്പാസിറ്റി തിരിച്ചറിയാതെയാണ് ഈ ഗോളിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്ക് എന്ത് പറ്റും, നമ്മൾക്ക് എന്താണ് നമ്മുടെ എബിലിറ്റി, നമ്മുടെ കപ്പാസിറ്റി എന്താണ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റിയാൽ ഈ പറയുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും എക്സ്പെക്റ്റേഷൻസ്, ഓവർ എക്സ്പെക്റ്റേഷൻസ് കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഫെയിൽ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ബുക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഫോളോ ചെയ്യണം ടു ദ ലെവൽ ഓഫ് യുവർ സിസ്റ്റംസ്. ആ സിസ്റ്റം നമ്മുടെ ശരീരവും മനസ്സും എന്നുള്ളത് ഏറ്റവും പ്രൈമറി ആയിട്ട് എടുത്താൽ പോലും അത് വളരെ കറക്റ്റാണ്. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഒരു ഡിസിഷൻ. ഓക്കെ, നമുക്ക് എൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം. കാര്യം വിളിക്കേണ്ട ആദ്യം ഞാൻ സാറ് ഈ ഡോക്ടർ ഹമീമെ തന്നെ ഇതിനകത്ത് ഇൻവൈറ്റ് Yes, ചെയ്യാം. എന്നോട് ഈ yes. ബുക്കിനെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടതും ഈ ഡോക്ടർ ഹമീമയിലൂടെ തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയാം, ചിലപ്പോൾ ചിലർ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഡോക്ടർ ഹമീമ നമ്മുടെ ട്രിവാൻഡ്രം ഗവൺമെൻറ് ലോ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഹമീമ ഒരു അത്ര പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റിനെ കുറിച്ച് വളരെ അഗാധമായ ബോധവും അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഒക്കെ നടത്തുന്ന ഒരു ആൾ കൂടി ആയത് കാരണമാണ് ഞാൻ അദ്ദേഹത്തെ ഇന്ന് ഈ നമ്മുടെ ഈ സെഷനിലേക്ക് ക്ഷണിച്ചത്. സോ ഹമീമ, പ്ലീസ് വെൽക്കം ടു ദിസ് പ്ലാറ്റ്ഫോം. Hello, am I audible? Yes, Hello. yes. Yes. Good evening, one and all. Respected dignitaries in this platform, dear Manoj Jeta, ICG. At the outset, I would like to thank Manoj Jetan for inviting me to this session. നല്ലൊരു ആസ്വാദനമായിരുന്നു. യഥാർത്ഥത്തില് ഞാൻ ബുക്ക് ഞാൻ റീഡ് ചെയ്തതാണ്. അത് മനോജ് ചേട്ടൻ അത് റിവ്യൂ പറഞ്ഞപ്പോഴ് ഞാൻ വീണ്ടും അതിലൂടെയൊക്കെ ഇങ്ങനെ ആ പുസ്തകത്താളുകളിലൂടെ പോയ ദിവസങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഒരു നല്ല ഒരു റിവ്യൂ ആണ് മനോജ് ചേട്ടൻ ഇപ്പൊ നടത്തിയത്. യു സ്പോക്ക് ഇൻ എ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് തങ്ങളുടെ ആ ഒരു റിവ്യൂയിലൂടെ കിട്ടി എന്നുള്ളത് ഞാനിവിടെ പറയാണ്. പിന്നെ ഈ ശരിക്കും ഈ ബ്യൂട്ടിഫുൾ മെസ്സേജ്, അതായത് ടൈനി ചേഞ്ചസ് ക്യാൻ ലെഡ് ടു റിമാർക്കബിൾ റിസൾട്ട് എന്നുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് ഒരു എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാല് ഒരു നല്ലൊരു തോട്ടാണ് നല്ലൊരു ഹാബിറ്റിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത്. സോ നമുക്കൊരു നല്ല തോട്ട് എപ്പോഴും ഉണ്ടാകണം. ആ ഒരു തോട്ട് നമ്മുടെ ഹാബിറ്റായി മാറും. ആ ഹാബിറ്റിലൂടെ നമ്മൾ വളരും എന്ന സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഈ ബുക്കിലൂടെ പറഞ്ഞത്. അതിനിടയിൽ തന്നെ മനോജ് ചേട്ടൻ നന്നായി റിസർച്ച് ചെയ്തു എന്നുള്ളത് മനസ്സിലായി എനിക്ക്. ജെയിംസ് ക്ലിയർ ഈ അബൌട്ട് ദി ഓഥറിനെ കുറിച്ചിട്ട് വളരെ ഗഹനമായി തന്നെ ഡീപ് സ്റ്റഡി നടത്തി ഞങ്ങളോടത് പങ്കുവെച്ചു. അതൊരു വലിയ എനിക്കറിയാത്ത കുറെ ഇൻഫർമേഷൻസ് അബൌട്ട് ജെയിംസ് ക്ലിയർ അത് അതിനകത്ത് ഈ ഒരു സെഷനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സാധനം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നതാണ്. ആഫ്റ്റർ റീഡിങ് ദിസ് ബുക്ക് ഞാൻ പറയുന്നതാണ്, എപ്പോഴും ഈ എക്സാമിൽ ടോപ്പ് വരണമെന്നൊക്കെ ആയിരിക്കുമല്ലോ കുട്ടികളുടെയൊക്കെ ആഗ്രഹം. ഐ വോണ്ട് ടു ബി എ ടോപ്പർ ഓഫ് ദി എക്സാം എന്നുള്ളതൊക്കെ അല്ലേ. അപ്പൊ ഞാൻ അവരോട് എപ്പോഴും പറയുന്നത് ഐ ആം ബിക്കം എ ഡിസിപ്ലിൻഡ് ലേണർ എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് അവരെ ഉയരുകയാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു നമ്മുടെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ ഐഡന്റിറ്റിയാണ് അവിടെ നന്നായി വരുന്നത് എന്നുള്ളത് ഈ ബുക്ക് വായിച്ചതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ശരിക്കും മനോജ് ചേട്ടൻ പറഞ്ഞപ്പോൾ ഈ ബുക്കിന്റെ ഒരു പ്രാക്ടിക്കബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി ആണല്ലോ എപ്പോഴും നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് വഴി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് അദ്ദേഹം 1% നമുക്ക് ബെറ്റർ ആകാൻ ഓരോ ദിവസവും സാധിക്കും എന്നുള്ള കാര്യം.
അത് അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് 1% ഓരോ ദിവസവും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ദി മെസ്സേജ് ഓഫ് അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്നത് തന്നെ ഗിവ്സ് ആസ് ഹോപ്പ്. നമുക്ക് ഹോപ്പ് തരുന്ന ഒരു പുസ്തകം തന്നെയാണ് ഇത്. സോ ലെറ്റ് us read one page every day. let us practice 1 hour. ഇല്ലെങ്കിൽ ആ ലാസ്റ്റ് പറഞ്ഞത് ഹാബിറ്റ് സ്റ്റാക്കിംഗ്, അതുപോലെ തന്നെ 2-minute റൂള്, ഇതൊക്കെ മനോജ് ചേട്ടൻ വളരെ ഭംഗിയായി തന്നെ അത് നറേറ്റ് ചെയ്തു. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ ആക്ഷൻസ് നമ്മളെ നല്ല ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വളരെ ആഴത്തിൽ മനസ്സിലാക്കി തന്നു. വളരെ നന്ദിയുണ്ട്. എന്നെ ഇതിൽ വിളിച്ചതിനും നന്ദിയുണ്ട്. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Thank you, Hamima, for your presence and your time. Yeah, thank you. Over to Sabu sir. താങ്ക് യു മാം. തീർച്ചയായും വളരെ സന്തോഷം. ഇനി ആരാണ് സംസാരിക്കുന്നത്? റോയ്സ് സാർ ഉണ്ടോ? സ്നേഹലത മാം, ജോർജ് സാർ, അജിത പറയുന്നുണ്ടോ? സരസ്വതി മാം, കുഞ്ഞായി മാസ്റ്റർ റെഡിയാണോ? എല്ലാവരും തിരക്കിലാണോ? റോയ്സ് സാറേ. യെസ്, സുധന ഡോക്ടർ പറയും. സർ, ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കിനെ പറ്റിയിട്ടാണ് കേട്ടത്. അതൊരു സെൽഫ് ഹെൽപ്പ് പ്രാക്ടിക്കൽ മാനുവൽ എന്ന് പറയാവുന്ന രീതിയിലുള്ളത്. അപ്പൊ ഇതിൽ ചെതറിക്കിടക്കുന്ന ഒരുപാട് പോയിന്റ്സ് നമ്മുടെ വായനയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. എ ജേർണി ഓഫ് എ 1000 മൈൽസ് ബിഗിൻസ് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ 1000 മൈൽ യാത്ര ആരംഭിക്കുന്ന ഒരടി വെച്ചുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയില്ലേ, തുടക്കം നന്നായാൽ പകുതി വിജയിച്ചു എന്നൊക്കെ പറയുന്ന പോലെ തുടങ്ങുക എന്നതുപോലെ തുടരുക എന്നതും വളരെ പ്രധാനമാണ്. നമുക്ക് ഈ ന്യൂ ഇയർ തുടങ്ങുമ്പോൾ എപ്പോഴും ജനുവരി 1-ാം തീയതി ധീരമായ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയും അത് ജനുവരി 10-ാം തീയതി എത്തുമ്പോഴത്തേക്ക് അത് ഈ വെയിലത്ത് വെച്ച് ഐസ് പോലെ അലിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യാൻ കാരണം വലിയ ടാസ്കുകളായിട്ട് ഏറ്റെടുക്കുന്നതുകൊണ്ടാണ്. ട്രെഡ്മിൽ വാങ്ങിയിട്ട് അതിൽ കയറിയിട്ട് ഞാൻ അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ്സ് നടന്നു കളയും എന്നൊക്കെ തീരുമാനം എടുക്കും. അവസാനം ട്രെഡ്മിൽ അവിടെ കിടക്കും, അത് പൊടി പിടിച്ചിട്ട് കിടക്കുന്ന പോലെ. പക്ഷെ ഈ 2 മിനിറ്റ്സ് പോലെ ചെറുപ്പകാലത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞ പോലെ അത് നമ്മൾ ചെറുതായിട്ട് ആ 2 മിനിറ്റ്സ് റൂള് അതിഗംഭീരായി വായനയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് ബുക്കൊക്കെ വാങ്ങി വെക്കും, പക്ഷെ അത് മടി കാരണം അത് വായിക്കാനായിട്ട് അങ്ങോട്ട് എടുക്കുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയൊരു ഗംഭീരമായ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ വായനയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് 1 പേജ് വായിക്കാം ഡെയിലി. അപ്പോൾ 1 പേജ് എന്ന് പറയുമ്പോൾ അത് 2 പേജസ് ആയിട്ടും 3 പേജസ് ആയിട്ടും അതിങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതേപോലെ ഈ പറഞ്ഞ പോലെ ഞാനും വൈഫും യോഗ ചെയ്യാറുണ്ട്. രാവിലെ പുള്ളിക്കാരി 2 യോഗ മാറ്റ് വിരിച്ചിടുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ തയ്യാറായി. അല്ലെങ്കിൽ മടി പിടിച്ചിട്ട് തണുപ്പാണ്. സാബു സാർ പറയില്ലേ, നേരത്തെ എണീക്കാൻ എല്ലാം ചെയ്യാം പക്ഷെ നേരത്തെ എണീക്കാൻ വയ്യ എന്ന് പറഞ്ഞാല്. പക്ഷെ നമ്മുടെ വൈഫ് യോഗ മാറ്റ് അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഒക്കെ അങ്ങോട്ട് നടത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ക്ഷണിക്കലാണ്, യോഗ മാറ്റ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യലാണ്, ഒന്നുമല്ല അത് വിരിച്ചിട്ടു എന്നുള്ളത് മാത്രമാണ് ഇൻവിറ്റേഷനിൽ വരുന്നത്. അപ്പൊ വിന്നേഴ്സ് നെവർ ക്വിറ്റ് ആൻഡ് ക്വിറ്റേഴ്സ് നെവർ വിൻ എന്നൊക്കെ പറയുന്നത് പോലെ പരിശ്രമിക്കുന്നവരാണ് വിജയിക്കുക. അപ്പൊ പരിശ്രമം ഒറ്റയടിക്ക് അങ്ങോട്ട് തുടങ്ങി അവസാനിക്കുന്നതിന് പകരം ഈ വിജയ മന്ത്രം അത് മെല്ലെ 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 തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞതുപോലെ അത് മലയാളത്തിലൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതെല്ലാം ഇങ്ങനെ കമ്പൈൽ ചെയ്തിട്ടൊരു വിജയമന്ത്രം, പരിമിതികളെ മറികടന്ന് വിജയത്തിലേക്ക് കുതിക്കാൻ ഗംഭീരമായിട്ടുള്ള ഒരു ടിപ്സാണ് ഒന്ന്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ നമുക്ക് അത് ഈ 24 മണിക്കൂർ പോരാന്ന് പലപ്പോഴും തോന്നാറില്ലേ നമുക്ക്? എനിക്ക് തോന്നാറുണ്ട്, ഈ 24 മണിക്കൂറേ ഉള്ളല്ലോ ജീവിതത്തിൽ, അപ്പോൾ ഒരു 6 മണിക്കൂർ, അപ്പോൾ ഉറക്കമാണ് കുറയ്ക്കുന്നത് ബാക്കിയുള്ള ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട്. പക്ഷെ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ അതിലൊരു ടൈം മാനേജ്മെന്റിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു പ്ലോട്ട്
ഒരു പ്രാക്ടിക്കൽ മാനുവൽ എനിക്ക് ഇതിൽ നിന്ന് പകർന്നു കിട്ടിയെന്ന് പറയാം. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ക്രമമായി ചെയ്യുക, ചിട്ടയോടെ ചെയ്യുക, സ്വഭാവമായിട്ട് മാറ്റുക എന്നൊക്കെയുള്ള എമണ്ടൻ വാചകങ്ങൾ പറയാൻ പറ്റും. പക്ഷെ ഈ നമ്മളറിയാതെ തന്നെ 5 മിനിറ്റ് നടന്ന് തിരിച്ചു വന്നു, അടുത്ത ദിവസം 7 മിനിറ്റ്, 10 മിനിറ്റ്, അങ്ങനെ നടപ്പിനെ നീട്ടി നീട്ടി കൊണ്ടുപോയി 45 മിനിറ്റ്സ് ആയിട്ട് മാറ്റിയെടുക്കാനും ഒക്കെ ആയിട്ട് ഇത് വളരെ പ്രാക്ടിക്കലാണ്. അതുപോലെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ മടിയുള്ള പിള്ളേരോടും നമ്മൾ ഇതുപോലെ വിഷയങ്ങളിലേക്ക് പതുക്കെ മെല്ലെ ഈ എന്താ ചെതല് മരം തിന്ന് തീർക്കുന്നത് പോലെ നമുക്ക് മെല്ലെ 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 സ്വീകരിക്കും. ഒരുപാട് ടേക്ക് അവേ ഫ്രം ദിസ് ബുക്ക്. സാറ് ഒരു ഗംഭീര അവതരണം എന്ന് പറഞ്ഞാൽ സാർ അവസാനം പറയും എന്തൊക്കെയാണ് നിങ്ങളുടെ കീശയിലിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന്. നമ്മളല്ല അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സാറ് ഇത് മനോഹരമായിട്ട് ബുക്ക് അവതരിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 മിനിറ്റ്സ് റൂള് പോലെ സാറ് ലാസ്റ്റ് ഈ നമ്മൾ പണ്ട് ഡിറ്റക്റ്റീവ് നോവലൊക്കെ ഞാൻ ഈ വായനയുടെ ആരംഭകാലത്തിൽ ഏറ്റവും ലാസ്റ്റാണ് ആദ്യം എടുത്ത് വായിക്കുക. ഇതിൽ ആരായിരുന്നു ഈ കുറ്റവാളി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് എടുത്ത് വായിക്കും, അല്ലെ പേജ് വായിക്കും. വായിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന പോലെ ഈ സാറ് ടേക്ക് അവേ ഫ്രം ദ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലെ അവസാനത്തെ ഒരു കൺക്ലൂഷനില്ല, സമ്മിങ് അപ്പ്. ആ സമ്മിങ് അപ്പ് ആണ് ഇതിൽ ഗംഭീരമായിട്ട് വരുന്നത്. കാരണം ആ പോയിന്റ്സ് ഒക്കെ കൊതിപ്പിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ടേക്ക് അവേ പോയിന്റ്സ് പറയണമെങ്കിൽ നമ്മളൊരു സ്പീഡി വായന കിട്ടില്ല. അതിങ്ങനെ കമ്പോട് കമ്പ് വായിച്ച് അതിൽ നിന്ന് പെറുക്കിയെടുത്താൽ മാത്രമേ അത് അത് നമുക്ക് കിട്ടുകയുള്ളൂ. ഗംഭീരമായിട്ട് ഒരു സ്വർണം ഖനനം ചെയ്തെടുക്കുന്നത് പോലെ അതിൽ അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത് പോലെ ഈ പോയിന്റ്സ് ഒക്കെ സാർ 1 മണിക്കൂർ കൊണ്ട് അത് നല്ല ഗംഭീരമായൊരു ബുക്ക് പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ സാർ എപ്പോഴും നല്ല അവതാരകനായിട്ട് വരാറുണ്ട്. പക്ഷെ അതിൽ ഇതുവരെ അവതരിപ്പിച്ചതിൽ ഈ ഓസ്കാർ അവാർഡ് കിട്ടാൻ യോജിച്ചത് ഈ ബുക്കിന്റെ പ്രസന്റേഷൻ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. I congratulate you, sir, with my happiness and also the points I have taken in my pocket. Thank you. താങ്ക് യു സർ. ഓക്കെ, റോയ് സർ. യെസ്, ദെൻ ഹരി, സരസ്വതി മാം, സ്നേഹൃത മാം, അബ്ദുൽ സാർ എന്തെങ്കിലും പറയുന്നോ? ജോയ് മാസ്റ്റർ. ഹരി പറഞ്ഞു. Sabu sir, പറഞ്ഞോ. I am sorry, Sabu sir. I am on car journey. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ സർ. I am in Wayanad, sir. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ജോർജ് സാറേ പറയും. താങ്ക് യു സർ. മനോജ് സാർ, കൺഗ്രാറ്റുലേഷൻ സർ. യെസ് സർ. സാറേ, പലപ്പോഴും ഒത്തിരി കാര്യങ്ങളൊക്കെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തുടങ്ങി മുഴുമിപ്പിക്കാൻ കഴിയാതെ പോയ ഒത്തിരി കാര്യങ്ങളുണ്ട്. പലപ്പോഴും ബുക്കുകൾ കണ്ട് കൊതിയോടുകൂടി വാങ്ങിയിട്ട് അത് ഒന്ന് വായിച്ചു തീർക്കാൻ ഇല്ല. ഒരെണ്ണം ഒക്കെ ബലം പിടിച്ചൊക്കെ പിടിച്ചാൽ കുറച്ചൊക്കെ വായിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണെന്ന് വെച്ചാൽ പറയണ്ട, അത് ഒഴിവാക്കാനായിട്ട്. കൊത്തിയോടുകൂടി ഒത്തിരി ബുക്കുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇല്ല, അത് അങ്ങനെയാണ്. ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ 24 മണിക്കൂർ പോരാ എന്ന് തോന്നുവാണ്. പക്ഷെ എന്നാ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ബാക്കിയില്ല. അതൊരു എന്തോ ഈ കാലത്തിന്റെ ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ പെട്ടുപോകുന്നതുകൊണ്ടായിരിക്കാം. സാറേ, ഇനി എന്തായാലും ഒരു കാര്യം എന്തോ സാറേ, യെസ്, എന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറയണില്ല സാറേ. വീഡിയോ ഓണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം സാർ. കേൾക്കാം സാർ. സാർ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സാർ. യെസ്. ഓക്കെ, താങ്ക് യു സാർ. സാറേ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ. പലവട്ടം തോന്നിയ ഒരു മോട്ടിവേഷൻ ഇനിയും വൈകിട്ടില്ല, ഇനിയും കഴിയും ജോർജ് എന്നൊന്ന് ആവർത്തിച്ച് പറയും പോലെ തോന്നിയ നേരങ്ങളുണ്ട്. ഇനിയും വൈകിട്ടില്ല, ഇനിയും കഴിയും ജോർജ്, നീ ഒന്ന് ശ്രമിക്ക്. ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് വെച്ച് തുടങ്ങ്, ആ ബുക്ക് എടുക്ക്, ഒരു പേജ് വായിക്ക് എന്ന് പലവട്ടം പറയുന്ന ആ ഒരു വിളി അകത്ത് ഉറച്ചു എന്ന് തോന്നുക. ഇനിയും ഞാൻ ശ്രമിക്കും, ഉറപ്പാ. അത് ഞാൻ സാറിനെ ഓർത്തുകൊണ്ട് ബുക്ക് എടുക്കുമെന്നുള്ളതാണ്
ഞാൻ ഇപ്പൊ വൈഫിനോട് പറഞ്ഞ കാര്യം കൂടെ. പുള്ളി ഇടയ്ക്ക് ഒന്നൊക്കെ കേൾക്കും. അപ്പൊ എന്നോട് ചോദിച്ചു, ഇന്ന് ആരാ? കേട്ടിട്ടുണ്ടല്ലോ, ആളുടെ പേര് കിട്ടുന്നില്ല, കുറച്ച് വയ്യ വരുന്നു സാറ്, കുറച്ചായിട്ട് കാണാറില്ല എന്നുള്ളതിൽ. അത് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു ഉണർത്തുപാട്ടായിരുന്നു. വളരെ നന്നായി ഉപകാരപ്പെട്ടു. എന്തായാലും ഞാനും ശ്രമിക്കും സാർ, ഉറപ്പ്. ബുക്ക് വായിക്കാനാണ് എൻ്റെ മനസ്സിൽ അടങ്ങാത്ത ആഗ്രഹം. ചിലതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഓരോ നോട്ടുകൾ ഇങ്ങനെ കുറിച്ച് വെക്കും, കുറെ കടലാസുകൾ, ബുക്കുകൾ. ഇത് ഏത് ഒഴിവാക്കാൻ പറ്റൂല, അത് പിന്നെ ഒഴിവാക്കാം, നോക്കിയാച്ച ഒഴിവാക്കാമെന്ന് കരുതി കൂട്ടിയിട്ടേക്കണത്. ഇന്നാൾ അങ്ങനെ ഒരു 50 കിലോയെങ്കിലും ഒഴിവാക്കി, കുറേ വാരി വലിച്ചു കളഞ്ഞു. പക്ഷെ ഇനിയുണ്ട്. ഈ നമ്മുടെ സറൗണ്ടിങ്സ് ഒന്ന് ശരിയാക്കിയാലേ എല്ലാം ശരിയാവുള്ളൂ എന്ന് പറയുന്നല്ലോ. അത് അത് പലപ്പോഴും മനം മടിപ്പിക്കുന്നതാണ്. എന്നാൽ അതിനിടയിൽ ഇരിക്കാൻ ഒരു സുഖം, ഒരു കംഫർട്ട് സോൺ അവിടെ ബിൽഡ് ചെയ്തിരിക്കുക. അത് മാറ്റണം. അതിനും ഒരു വലിയ ഉൾപ്രേരണ കിട്ടി. സർ, സാറിന്റെ സോ ബുക്കുകൾ മച്ച് താങ്ക് സാറിന്റെ ബുക്കുകൾ വായിക്കുക, എന്നിട്ട് അതുപോലെ ക്ലാസ് എടുക്കരുത്, ബുക്ക് റിവ്യൂ നടക്കും. താങ്ക് യു സാർ, ഞാൻ ശ്രമിക്കും. താങ്ക് യു. അപ്പൊ ഇതെല്ലാം നടക്കും. 1 ഓക്കെ മിനിറ്റ് ആവും, ഓക്കെ. 1 മിനിറ്റ് മോട്ടിവേഷൻ ആവും. റോയ് സാറേ, സ്നേഹതമം പറഞ്ഞു. ആ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് മുടങ്ങി പോകാറുണ്ട്. അതൊക്കെ ചെയ്യാനൊരു നല്ല പ്രചോദനമാണ് ഈ ബുക്ക്. ഒരു കവിതയാണ് എനിക്ക് ഓർമ്മ വന്നു. കവിതയല്ല, കൊച്ചു പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ള ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷൻ, ലിറ്റിൽ ആക്ട്സ് ഓഫ് കൈൻഡ്നസ് മേക്ക് ദ എർത്ത് എ ഹെവൻ അബോവ് എന്ന് പറഞ്ഞതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടെ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യാൻ, കൊച്ചു കൊച്ചു സ്റ്റെപ്സ് എടുത്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ബുക്ക്. സാറ് നന്നായിട്ട് മനസ്സിലാക്കി തരികയും ചെയ്തു. ഇതൊന്നും വായിച്ചിട്ടില്ല, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ളതൊക്കെ കേട്ടിട്ടുള്ളൂ. സാറിനെ പോലെ ഷാജി സാർ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസിൽ. അന്ന് കേട്ടതൊക്കെ ഒന്നുകൂടെ ഓർക്കാനും പറ്റി. ഇനി അതൊന്ന് വാങ്ങിച്ച് വായിക്കുകയും വേണം. താങ്ക് യു സാർ. ഓക്കെ, റോയ് സാർ ഉണ്ടോ? ഹരി എന്തെങ്കിലും പറഞ്ഞോ? ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി പോയി. ഓക്കെ, അപ്പൊ മനോജ് സാർ, താങ്ക് യു. ഹരി. സാർ, നല്ല സെഷൻ ആയിരുന്നു, പറയൂ. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി. ഓക്കെ, അതുപോലെ സാബു സാർ എന്ന് പറഞ്ഞിരുന്നു എന്നോട് സ്റ്റാർട്ട് സ്മോൾ എന്ന്. ഒരുപാട് വലിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് നമ്മളെ എക്സോസ്റ്റ് ചെയ്യും. അപ്പം സാറ് പറഞ്ഞ സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളത് ഒരുപാട് യൂസ്ഫുൾ ആണ്. സാബു സാർ എന്ന് ഓൾറെഡി എന്നോട് പറയുകയും ചെയ്ത കാര്യമാണ് കുറെ കാര്യങ്ങൾ. താങ്ക് യു സാർ, അതിന്റെ ഒരു റെപ്പറ്റേഷൻ ഇതിൽ വന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. സാറേ, ഓക്കെ. മനോജ് സാറേ, ഒന്നുകൂടെ പറയട്ടെ, അതിഗംഭീരമായിരുന്നു പ്രസന്റേഷൻ. താങ്ക് യു സാർ. 1 മിനിറ്റ് മോട്ടിവേഷൻ അല്ലേ? ഹൃദ്യമായിരുന്നു. അല്ല, ഞാൻ പ്രത്യേകിച്ചും ഈ അറ്റോമിക് ഹാബിറ്റ്സിനെ കുറിച്ച് എല്ലാ തരത്തിലും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്ന്, ഒരുപക്ഷെ ഇന്ന് എന്നെ പോലുള്ള ഒരാളായിരിക്കും ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. പക്ഷേ ഇതൊരു എന്താണ്, നമുക്കൊക്കെയും മോട്ടിവേറ്റ് ചെയ്യുന്ന അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് തന്നെ കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഇന്നത്തെ ടൈറ്റിൽ കൂടി തന്നെ നമ്മളൊക്കെ ആകർഷിക്കും. ഇതിനൊരു ഇന്നത്തെ ഇതിനൊരു കോയിൻസിഡൻസ് ഉണ്ട് സാബു സാർ. ഇന്ന് രാവിലെ നമ്മളൊക്കെ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇതേ ബുക്കിനെ കുറിച്ച് തന്നെ ബേസ് ചെയ്ത ഒരു അതിമനോഹരമായ ഒരു പ്രസൻറ്റേഷൻ ഞാൻ കേട്ടു. നമ്മളിത് പ്ലാൻ ചെയ്ത് കുറേ 2-3-4 ദിവസത്തിന് മുന്നെയാണ്. അപ്പോൾ ചില ദിവസങ്ങളുടെ കാര്യം ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. ഇതേ സബ്ജക്റ്റ് തന്നെ അഡ്വക്കേറ്റ് അശോക് നായർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപക്ഷെ സാബു സാറിന് അറിയാം. അദ്ദേഹം നടത്തിയൊരു ഈ ബുക്കിനെ ബേസ് ചെയ്തൊരു നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം ഈ ഡോക്ടർ ഹമീമയാണ് എന്നോട് ഈ ബുക്കിനെ കുറിച്ച് ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് സൂചിപ്പിച്ചത്. അന്ന് തന്നെ ഞാനിത് വായിക്കാൻ ബുക്ക് നോക്കിയപ്പോൾ അവൈലബിൾ. ഞാൻ എൻ്റെ കിൻഡിൽ വെർഷനൊക്കെയാണ് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഈ ബുക്കിൻ്റെ എല്ലാ ദിവസവും രാവിലെയായിരുന്നു ഞാൻ ഈ ബുക്ക് വായിക്കുന്നത്. അപ്പോൾ അത് വായിച്ചു തുടങ്ങി 1 അല്ല 2 തവണ ഞാൻ ഈ ബുക്ക് ശരിക്കും വായിച്ചെന്നുള്ളതാണ്. വളരെ സ്ലോ ആയിട്ട് സമയമെടുത്ത് തന്നെ വായിച്ചിട്ടുണ്ട്. ഇന്നലെ വേറൊരു കോൺസിഡൻസ് ഉണ്ട്, അതാണ് ഞാൻ ശരിക്കും ഞാൻ പറയാൻ വന്നത് സാബു സാറ്. ഇന്നലെ വൈഫ് ഇവിടെ നമ്മുടെ കൊച്ചിയിലെ മെട്രോയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഈ ബുക്ക് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് ഇന്നലെ, ഇതിൻ്റെ ശരിക്കുള്ള ബുക്ക്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ എടപ്പള്ളിയിലെ ഈ മെട്രോ സ്റ്റേഷനിലെ ഇപ്പോൾ DC ബുക്കിൻ്റെ
ഒരു ബുക്ക് ഫെയർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ഉണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചില ദിവസങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ, അപ്പോൾ ഒരു പെട്ടെന്ന് ഒരേ കാര്യം തന്നെ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുന്നതൊക്കെ ഒരു നല്ല ശുഭ ലക്ഷണമായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് അപ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എടുക്കണം. അതെ അതെ, ലോ ഓഫ് അട്രാക്ഷൻ പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. യൂണിവേഴ്സൽ ഇതിൻ്റെ എല്ലാം പ്രപഞ്ചം നിശ്ചയിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ജോസ് സാറേ? നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതൊക്കെ ആയിരിക്കും നമ്മളിൽ കൂടി ഒരു ആക്ഷൻ വരുന്നതൊക്കെ. അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഓരോ നിയമങ്ങളും ഒക്കെ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിൽ കൂടിയാണ്. എന്തായാലും അന്നത്തെ ഈ ഈ നമ്മുടെ ഈ സെഷനിൽ വളരെ എന്നെ കേൾക്കാൻ വന്ന എല്ലാവർക്കും ഒരു നന്ദി സൂചകമായിട്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭരാത്രി നേരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. സാറേ, ഈ ബുക്ക് റിവ്യൂ എപ്പോൾ എടുത്താലും പ്രയോജനമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. കേൾക്കുമ്പോൾ ഒക്കെയാണ്, അടുത്ത നിമിഷം നമ്മളിത് മാറ്റി വെച്ചിട്ട് അടുത്ത പണിക്ക് പോകും. അപ്പോൾ ബുക്ക് റിവ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കേട്ടാൽ പോലും നമ്മൾ ഇതൊന്നും ഫുൾഫിൽ ചെയ്യത്തില്ല. അതാണ് നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകത. അതെ, അതങ്ങനെ അല്ല ഇങ്ങനെയുള്ള ഹാബിറ്റിലാക്കാൻ. ബുക്കുകൾ അതിനൊരു റിമൈൻഡർ കൂടിയാണ് സാറ് അല്ലേ? നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഹാബിറ്റുകളെ കുറിച്ചൊക്കെ പറയുന്ന ബുക്കാകുമ്പോൾ അത് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതിനെക്കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ക്ലാസ് വരുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് സബു സാർ ഇപ്പോൾ സൂചിപ്പിച്ചതിൻ്റെ പക്ഷെ അർത്ഥം അല്ലേ? നെഗറ്റീവ് ഹാബിറ്റ്സ് വളരെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. കേൾക്കുന്നില്ല? ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യും. അതെ, തുടർന്നേയിരിക്കും. ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യും. കേട്ടില്ല. അല്ല, ക്ലാസ്സിൽ പറയുന്നുണ്ടായിരുന്നല്ലേ, എന്നും നിർബന്ധിക്കാൻ ആരെങ്കിലും വരേണ്ട സാഹചര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ. അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് നടക്കണ്ടെങ്കിൽ ഉള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം പോയാന്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാറിപ്പോൾ എത്ര പ്രാവശ്യം ഈ ക്ലാസ് റിപ്പീറ്റ് ചെയ്താലും ഇറ്റ് ഈസ് വർത്തി. കാരണം ഏത് സമയത്ത് അത് സ്പാർക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെയല്ലേ സാർ, ഇവിടെ ഒരു ബുക്ക് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ റിപ്പീറ്റ് ചെയ്തില്ലേ. അതാ ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ല. കാരണം ഡെയിലി ഈ ബുക്ക് കേട്ടാലും വലിയ ചേഞ്ചസ് മനുഷ്യനുണ്ടാകത്തില്ല. അതാണ് മനുഷ്യന്റെ ഒരു പ്രത്യേകത. അതെ, എപ്പോഴാ സ്പാർക്ക് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് ഇപ്പൊ രണ്ടു വട്ടം വായിച്ച് ബുക്ക് മൂന്നാമതൊന്ന് വായിക്കുമ്പോൾ ഈ രണ്ടു വട്ടം കണ്ടതൊന്നും അല്ല, എഴുത്തുകാരൻ ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇൻസൈറ്റ് ആയിട്ട് കിട്ടുമല്ലോ. അതെ അതെ. തീർച്ചയായിട്ടും. അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മാത്രമല്ല, ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ പ്രകൃതി ഒരു നിയോഗം പോലെ ആ സമയത്താണ് നമുക്കത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വരികളുടെ ഇടയിൽ കൂടെ പോകും. അപ്പം നമ്മുടെ തോട്ട്സ് ലെവൽ മാറും. അത് കൊണ്ടൊന്ന് കാണിച്ചു തരും. അതിനുവേണ്ടി വലിച്ചുകൊണ്ട് പോകണം ആ വഴിയൊക്കെ. അങ്ങനെ കരുതാം. ഓക്കെ ചിലവർക്കൊക്കെ ഓക്കെ. ഒരു ചേഞ്ച് പെട്ടെന്നുണ്ടാവും. ചിലർക്ക് ഇത് മതി, ഒരു സ്പാർക്ക് മതി. സ്പാർക്ക് മതി ഒരു തീ കത്താൻ എന്ന് പറയുന്ന പോലെ. ഓക്കെ, മനോജ് സാർ, താങ്ക് യു. ഓക്കെ നാളെ സാർ, നമുക്ക് താങ്ക് യു. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ്. ഇതിന്റെ അടുത്ത ടോപ്പിക്കാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആണ്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ സാറേ? അല്ലേ, തീർച്ചയായിട്ടും അല്ലേ? ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ആകുമ്പോൾ നാളെ പിന്നെ സെയിം റിലാക്സ് ചെയ്ത് കേൾക്കാം. നാളെ ബന്ധാണല്ലോ. അതെ അതെ അതെ. ശരി, ഓക്കെ സാർ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി. താങ്ക് യു സാർ. താങ്ക് ഗുഡ് യു. നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ.